അവിടുത്തെ അഭിഷിക്തന്റെ ഹാലയിലെ ലീഡർഷിപ്പിൽ ഞങ്ങളെല്ലാവരും ലോകമെങ്ങും പോയി സുവിശേഷ സാക്ഷികളായി മാറുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ കഴിഞ്ഞ അനുഗ്രഹിച്ച് വിശ്വാസം നയിക്കുന്ന നന്ദി പറഞ്ഞു. പിതാവേ, സ്വർഗ്ഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നന്ദി പറഞ്ഞു. സകല യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ മേൽ അനുവാദമില്ല. ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ ക്രൂശിൽ യേശു ക്രിസ്തു വഹിച്ചതുകൊണ്ട് ക്രിസ്തുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ വാരി വിതറി കൊടുക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ ഇന്ന് ക്രിസ്തുവിൽ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർമാനമായി വചനം ഇന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും അതുമാത്രമല്ല കർത്താവിൻ്റെ കൃപകളാൽ നിറഞ്ഞ് മുന്നോട്ട് പോകുവാനും ശുശ്രൂഷകളിൽ ബലപ്പെടുവാനും ഒക്കെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആമേൻ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒന്ന് പറഞ്ഞാട്ടെ. ആരാണ് വചനത്തിൽ നിന്ന് ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞ്? വചനം അയച്ച് നിർമ്മിക്കണം. വചനത്തിനൊരു ദൈവത്തിന്റെ ഡ്യൂട്ടി ദൈവം ചെയ്യും. ചെയ്ത് വെക്കണം നമ്മുടെ മനസ്സിൽ. ക്ഷമിക്കണം, സൗണ്ട് കട്ടായി കിടക്കുമായിരുന്നു. നമ്മൾക്ക് ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത് ആത്മയുദ്ധം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഒരു വിശ്വാസി ആത്മയുദ്ധത്തിലാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെടുന്നു. ഇനി ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും യുദ്ധത്തിൻ്റെ അകത്താണ്. ആമേ. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആണല്ലോ? ചിലർ ഓളി ഇല്ല എന്ന് പറയുന്നു. ഇപ്പം സൗണ്ട് ക്ലിയർ ആണോ? അതെ കുഴപ്പമില്ല, ക്ലിയർ ആണ്, സൗണ്ട് ഉണ്ട്. ആമേൻ. ഇനി കേട്ടോണേ. ഓരോ വിശ്വാസിയും ആത്മയുദ്ധത്തിൻ്റെ അകത്താണ് ആയിരിക്കുന്നത്. അപ്പോൾ ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും യുദ്ധമുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഈ കഷ്ടമെന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സാഹചര്യങ്ങളോട് മനുഷ്യൻ അതിനെ വിധിയെന്ന് പറയും. അവൻ്റെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കുമ്പോൾ മനുഷ്യൻ അതിനെ വിധിയെന്ന് പറയും. പക്ഷെ വിശ്വാസിക്ക് വിധിയില്ല, വിശ്വാസിക്ക് യുദ്ധമാണുള്ളത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസിക്ക് വിധിയില്ല, വിശ്വാസിക്ക് യുദ്ധമാണെന്ന് പറ.
ആമേൻ. വിശ്വാസിക്ക് വിധി എന്ന് പറയുന്ന പരിപാടിയില്ല, വിശ്വാസിക്കുള്ളത് യുദ്ധമാണ്. അപ്പോൾ എന്താണ് വിശ്വാസിക്കുള്ള യുദ്ധമെന്ന് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ അതിനായിട്ട് പൗലോസ് ലീഹ ആദ്യം തന്നെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയെപ്പറ്റി പൗലോസ് പറഞ്ഞു. ഇനി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നാം ആദ്യത്തെ വാക്യത്തിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവം. അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ മുമ്പിൽ വരുന്ന സകല വെല്ലുവിളികളെയും ജയിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു ശക്തി, സകല വെല്ലുവിളികളെയും ജയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നൊരു ശക്തി. ഈ ശക്തിയുടെ പ്രത്യേകത എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ 5-ന്റെ 14 പറയുന്നു, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിനായി അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് അത് പറ്റത്തു. നോക്കിക്കോണേ, ഇവിടെ ഒരു മെച്യൂരിറ്റിയെ പറ്റി പറയുക. ഞാൻ ഈ മെച്യൂരിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു വാക്യം എടുത്തിട്ട് അങ്ങോട്ട് വരാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന, അനന്തരം കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും ഓരോ സ്ഥലത്തേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായിട്ട് അയച്ചു. എന്നിട്ട് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നമ്മുടെ പ്രയർ സ്റ്റേഷൻ എന്നുള്ള ദൈവനിയോഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം ലൂക്കോസ് 10:1 കേട്ടോ. പ്രയർ സ്റ്റേഷൻ എന്തുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പ്രയർ സ്റ്റേഷൻ തുടങ്ങുന്നത്? എന്തുകൊണ്ടാണ് എല്ലായിടത്തും പ്രയർ സ്റ്റേഷൻ നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ കാരണം, ദൈവാത്മാവ് ഇടപെട്ട ലൂക്കോസ് 10:1 കാരണമാണ്. കാര്യം യേശു പോകേണ്ട ഓരോ പട്ടണത്തിലേക്കും കർത്താവ്, പലരും ചോദിക്കും, ബ്രദർ ഈ സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? കാരണം ആൾക്കാർക്ക് വീടിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് വചനം കേൾക്കാം, എല്ലാ ഫെസിലിറ്റി അവർക്കുണ്ട്. പിന്നെ എന്തിനാണ് അവരെ ഓരോ പട്ടണത്തിൻ്റെ അകത്ത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്? ഇതാണ് കാരണം. യേശു പോകേണ്ട പട്ടണങ്ങളിലേക്ക് നിങ്ങളെ ദൈവം അയക്കുകയാണ്. ഓരോ പട്ടണത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നുള്ളത് കാണിച്ചു തരാം. കൊയ്ത്ത് വളരെയുണ്ട്, നമ്മൾ കൊയ്യാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷെ വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ വേലക്കാരുടെ വേല അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത്, ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ സമാധാനം എന്ന് പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികയിൽ നിങ്ങളിലേക്ക് അത് മടങ്ങിപ്പോകും. അവർ തരുന്നത് തിന്നുകയും കുടിക്കുകയും ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇതിലേക്ക് വരാം. ഇന്ന് കുറച്ച് സമയം ഇച്ചിരി കയറിപ്പോയാലും ശ്രദ്ധിച്ചോണം, നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നോണം. സമയത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ നേരത്തെ ഒന്ന് ലെഫ്റ്റ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ പിന്നീട് യൂട്യൂബിലാണെങ്കിലും കേട്ടാൽ മതി. ഞാനിന്നൊരു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എങ്ങനെ ദൈവപ്രവർത്തികൾ, നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, വിശ്വാസി യുദ്ധത്തിൻ്റെ അകത്ത് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു മറുപടി കിട്ടാത്ത നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങൾ യുദ്ധത്തിലാണ്. ആമേൻ. ശ്രദ്ധിച്ചോണം. ഇവിടെ എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 10 യേശുക്രിസ്തു പറയുന്നതിന് ഈ വാക്യത്തിലേക്ക് വരാം. ഏത് പട്ടണത്തിൽ ചെന്നാലും അവിടെ വന്ദനം പറയുവിൻ, എന്നിട്ട് ആ വീട്ടിൽ താമസിക്കുന്നു പറഞ്ഞിട്ട് പറയാണ്, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ. ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒരാൾ ചുമ്മാ ഭക്ഷണം തരുമോ? ഇതിലേക്ക് ഞാൻ വരാം. അതിൽ രോഗികളെ സൗഖ്യമാക്കണം. കണ്ടോ, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. നിങ്ങൾ ഈ വാക്കുണ്ട്, ഏത് പട്ടണത്തിൽ ചെന്നാലും അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ അതിൽ തെരുവുകളിൽ പോയി നിങ്ങളുടെ പട്ടണങ്ങളിലും കാലുകളെ പൊടിയും നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുവിൻ. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും താഴെ വാക്യത്തിൽ പറയുന്നു, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അപ്പോൾ ഈ 70 പേരെ ദൈവം എങ്ങോട്ട് അയച്ചത് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ വാക്യപ്രകാരം ഈ 70 പേരെ തമ്പുരാൻ എങ്ങോട്ട് അയച്ചത്? പട്ടണങ്ങളിലേക്ക് അയച്ചു. ഇനി പട്ടണങ്ങളിൽ പോയിട്ട് തിരിച്ചു വന്നവർ പറയുവാണ്, ആ 70 പേര് പട്ടണത്തിൽ പോയിട്ട് മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു.
ഇവർ പോയത് എവിടെയാ? നരകത്തിലാണോ പട്ടണത്തിലാണോ പോയത്? പട്ടണത്തിൽ. അപ്പൊ പട്ടണത്തിൽ പോയവര് പറയുകയാണ്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. എന്നെ അർത്ഥം പട്ടണത്തിൽ അപ്പൊ എന്തുണ്ട്? ഞാൻ ചോദിച്ചോട്ടെ, തിരുവനന്തപുരം പട്ടണത്തിൽ നമ്മൾ ചെന്ന ഭൂതത്തെ കാണാൻ പറ്റുമോ? തൃശ്ശൂര് പട്ടണത്തിൽ പോയ ഭൂതത്തെ കാണാൻ പറ്റുമോ? കൊല്ലത്ത് പോയ കാണാൻ പറ്റുമോ? അമേരിക്ക പോയ കാണാൻ പറ്റുമോ? ഇല്ല. പട്ടണത്തിന്റെ അകത്ത് നമുക്ക് മനുഷ്യന്മാരെ കാണാൻ പറ്റും, കടകൾ കാണാൻ പറ്റും, നമുക്ക് ഒത്തിരി കാഴ്ച കാണാൻ പറ്റും, അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഇവര് പറയുകയാണ് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. കണ്ടോ? പട്ടണത്തിൽ എന്തുണ്ട്? മനുഷ്യരല്ലാതെ ഉറക്കെ പറ, ഭൂതങ്ങളുണ്ട്. കണ്ടോ? അപ്പൊ നമുക്കറിയത്തില്ല, നമ്മൾ ചുറ്റുവട്ടം നമ്മൾ പോകുന്ന സഞ്ചരിക്കുന്ന പട്ടണങ്ങളിലെല്ലാം ഭൂതങ്ങളുണ്ട്. മനുഷ്യരെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായി നിൽക്കുന്ന ഭൂതങ്ങൾ, ദുരാത്മാക്കളുണ്ട്. അയ്യോ പേടിയൊന്നും അല്ലേ? പക്ഷെ പേടിക്കരുത്. ഇവർ പറയുകയാണ്, 70 പേര് പറയുകയാണ്, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. അപ്പൊ എങ്ങനെ മനസ്സിലായി ഇവർക്ക് ഭൂതങ്ങൾ കീഴടങ്ങിയെന്ന്? എങ്ങനെ മനസ്സിലായി ഇവർക്ക് ഭൂതങ്ങൾ കീഴടങ്ങിയെന്ന്? ഒന്ന് പറ. കാരണം ഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻസർട്ടൊക്കെ ചെയ്ത് ടിപ്പ് ടോപ്പിൽ ആ എറണാകുളം പട്ടണത്തിലൂടെയോ കൊല്ലം പട്ടണത്തിലൂടെയോ തിരുവനന്തപുരം പട്ടണത്തിലൂടെയോ വയനാട്ടിലൂടെയോ കണ്ണൂരിലൂടെയോ എക്സിക്യൂട്ടീവായിട്ട് നടക്കുന്ന ആൾക്കാരല്ല ഭൂതങ്ങൾ. പകരം ഓരോ വിഷയങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ രോഗിയാക്കി, അവരെ ബന്ധിച്ച്, അവരുടെ ജീവിതത്തെ നശിപ്പിച്ച്, അറുത്ത് മുടിച്ച് മോട്ടിച്ചിട്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്നാ കുഴപ്പം? കണ്ടു കഴിഞ്ഞാൽ രോഗി, കണ്ടു കഴിഞ്ഞാൽ കുടുംബ വിഷയക്കാർ, കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞാടി, കണ്ടു കഴിഞ്ഞാൽ മക്കൾ മദ്യപാനത്തിൻ്റെ വിഷയങ്ങൾ, കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിഷയമാണ്. പക്ഷെ ബൈബിൾ പറയുന്നു പട്ടണത്തിൽ ഭൂതങ്ങളുണ്ട്. ഇവരൊരു കമ്പനി ജോലി ചെയ്യുവാണോ? അല്ല. ഇവരെവിടെയെങ്കിലും ഓഫീസ് നടത്തുവാണോ? അല്ല. ഇവർ ഏതെങ്കിലും ബിസിനസ് നടത്തുവാണോ? അല്ല. ഇവർ മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ അകത്ത്, അവരുടെ ജീവിതത്തെ ഓരോ വിഷയത്തിൻ്റെ അകത്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പം യേശുക്രിസ്തുവിലേക്ക് വരാത്തവർക്ക് ഈ യുദ്ധമില്ലേ? ഉണ്ട്. അവർ ഓൾറെഡി പിശാചിന് കീഴ്പ്പെട്ടിരിക്കുക. അവർക്കൊരിക്കലും പിശാചിനെ ജയിക്കുവാൻ ശക്തിയില്ല. കാരണം പിശാചിന് മനുഷ്യരെക്കാളും ശക്തിയുണ്ട്. എന്നാൽ വിശ്വാസിക്ക് പിശാചിനേക്കാൾ ശക്തിയുണ്ട്. കേട്ടെ, ഒന്നുകൂടെ ഞാൻ പറയാം. പിശാചിന് മനുഷ്യരെക്കാൾ ശക്തിയുണ്ട്, എന്നാൽ വിശ്വാസിക്ക് പിശാചിനേക്കാൾ ശക്തിയുണ്ട്. അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുക വിശ്വാസിക്ക് ശക്തിയുണ്ട്. ആമേൻ. അപ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനക്കാർ മാത്രമല്ല. നമ്മുടെ ചിന്തയിൽ ബ്രദറെ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ അല്ല പ്രിയരെ. നിങ്ങളെ കർത്താവ് പട്ടണങ്ങളിലെ മേൽ ഇതേപോലെ പിശാചുക്കളെ അഴിക്കുവാൻ, അവരെ പുറത്താക്കുവാൻ, അവരുടെ ബന്ധനത്തിൽ കിടക്കുന്ന ആൾക്കാരെ വിടിവിക്കുവാൻ യേശു നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആമേൻ. അഭിഷേകം എന്ന് പറയുന്നത് പാട്ട് പാടുന്നതിൻ്റെ അവസാനം അന്യഭാഷ പറയുന്നതല്ല. അഭിഷേകം എന്ന് പറയുന്നത് പിശാചിന്റെ ശക്തിക്ക് മീതെ നിങ്ങൾക്ക് ശക്തി തന്നിരിക്കുന്നതാണ് അഭിഷേകം. നോക്കിക്കേ, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. നോക്കി, അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? യേശുക്രിസ്തു ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിന് ബൈബിൾ പ്രസംഗിക്കുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ എല്ലായിടത്തും പോയി സുവിശേഷം പറയാൻ യേശു പറഞ്ഞു, നോക്കി, സുവിശേഷം പറയാൻ വേണ്ടി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ കൊള്ളാം, യേശു സ്വർഗത്തിൽ നിന്ന് വചനം പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് മാത്രമല്ല, നോക്കി അടുത്ത വാക്ക് കണ്ടോ, ബദ്ധന്മാരെ വിടിവിക്കുവാനും, ബദ്ധന്മാരെ വിടിവിക്കുവാനും, കുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും, പീഡിതരെ വിടിവിച്ചയക്കുവാനും, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ? ആമേൻ. അപ്പോൾ നിങ്ങൾ ഓരോ പട്ടണത്തിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഭൂതങ്ങളുണ്ട്. ആ ഭൂതങ്ങൾ മനുഷ്യരുടെ അകത്ത് പ്രവേശിച്ച് അവരിലൂടെ, അല്ലെങ്കിൽ അവരെ ബന്ധിച്ച് അവരിലൂടെ അവരെ ഓരോ ദിവസവും തകർത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. അപ്പോൾ വിശ്വാസിയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ ബ്രദറെ, അവർക്കൊന്നും ഒരു വിഷയമില്ല, എനിക്ക് മാത്രമേ വിഷയമുള്ളൂ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് മാത്രമേ ഈ വിഷയങ്ങളുള്ളൂ. എപ്പോഴും നമ്മുടെ പറച്ചിലല്ലേ? എൻ്റെ പ്രിയരെ, അവർ ഓൾറെഡി ബന്ധനത്തിൻ്റെ അകത്താണ്. നിങ്ങൾക്ക് ഈ യുദ്ധം ഉള്ളതുകൊണ്ടാണ് പ്രശ്നം രൂക്ഷമാണെന്ന് തോന്നുന്നത്. ഇനി കേട്ടോണം,
എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നോക്കിക്കേ, ശക്തിയുടെ വ്യാപാരം. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ ശുശ്രൂഷകനായി തീർന്നത്? ദൈവശക്തിയാലാണ്. ബൈബിൾ കുറേ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ശുശ്രൂഷകനാകാൻ കഴിയത്തില്ല. കാര്യം പിശാചിന് നിങ്ങളെക്കാൾ വചനം അറിയാം. യേശുവായിട്ട് ഡിബേറ്റ് ചെയ്ത ആളാ പിശാച്. യേശുവിന് വചനം പറഞ്ഞു കൊടുത്ത ആളാ പിശാച്. അപ്പോൾ നിങ്ങളെക്കാൾ നന്നായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മളൊരു വചനം എടുക്കാൻ പറഞ്ഞാൽ, ഉൽപ്പത്തിയിലൊരു വചനം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ മത്തായി പോയി തപ്പും. പക്ഷേ പിശാചിൻ്റെ കാണാപ്പാടമാണ്. നിങ്ങളെക്കാൾ വചനം നന്നായിട്ട് അറിയാം. പക്ഷേ പൗലോസ് പറയുക, ഞാൻ ശുശ്രൂഷകനായി തീർന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനം. പിടിച്ചു മേടിച്ചൊന്നുമല്ല, ദൈവം കൃപയാൽ എനിക്ക് തന്നുകൊണ്ട് ഞാൻ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം അപ്രമേയ ദൈവത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകല സൃഷ്ടിച്ച ദൈവത്തിൻ്റെ. എന്നിട്ട് ആ വാക്യത്തിൽ പൗലോസ് പറയാം, അപ്പോൾ ഈ സുവിശേഷം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്താണ്? നമുക്കൊരു വാക്യമുണ്ട്, ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാൻ മറന്നുപോയി. നമ്മൾ നാളെ വാക്യം എടുത്തതാണ്. പൗലോസ് പറഞ്ഞ വാക്യം, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ആ വാക്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്തു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന, കൊലോസ്യർ 1:29 അല്ലേ, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. എനിക്കൊന്ന് റീത്താ സഹോദരി വചനം മൊത്തവും കാണാപ്പാടം പഠിച്ചേക്കുമെന്ന് എനിക്ക് പോകുന്നത്. ആമേൻ. പറയുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റർ ആ വാക്യമല്ല ഇടും. ആമേൻ. ഞാൻ ഇന്ന് ആ വാക്യം എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയില്ല. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, അതിനായി എന്നെ നോക്കിയ വാക്കുണ്ട്, എഫേസ്യർ 1:29. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട്, ആ വാക്കുകൊണ്ടോ, പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു, പോരാടുന്നു. ആ വാക്കുകൊണ്ട് ആരോട്? പട്ടണത്തിൽ വ്യാപരിക്കുന്ന ഭൂതങ്ങളോട്. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, ഞാൻ ജയിക്കുവോ? നിങ്ങൾ ജയിക്കും. കാരണം നിങ്ങളാണ് ശക്തൻ. പിശാചിനേക്കാൾ ശക്തൻ നിങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മാത്രമേ പിശാചുക്കളെ പുറത്താക്കുവാൻ അധികാരമുള്ളൂ. യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, ഞാൻ പോകേണ്ട പട്ടണത്തിലേക്ക് നിങ്ങളെ, അതിനകത്ത് ഞാനിനി വരത്തൊന്നുമില്ല, നിങ്ങൾ പോകണം. രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ വിചാരം യേശുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചു, ഇനി ആ പെരയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ചായ്പിൽ ഒരു ബൈബിളുമായിട്ട് ഒരു പാട്ടും പാടിയിരിക്കാന്നാണോ? ഒരു രക്ഷയില്ല. ഇറങ്ങി യുദ്ധം ചെയ്യണം, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. അയ്യോ ബ്രദറെ, ഇവിടുന്ന് ആകെക്കൂടി എനിക്കറിയാതെ കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ പ്രിയരെ, ഇവിടെ നോക്കിക്കേ, ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് വരാൻ വേണ്ടി പോകണം. ലൂക്കോസ് 10 ആ വാക്യത്തിൽ വരിക. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഏത് പട്ടണത്തിൽ ചെന്നാലും അവിടെ എന്ത് ചെയ്യണം? ഒരു സമാധാന പുത്രരുണ്ട്. അപ്പം നമ്മുടെ ചിന്തയിൽ സുവിശേഷക്കാരെ എല്ലാം കൈക്കൊള്ളുന്ന ഒരു അമ്മാമ, ഒരു ആൻറ്റി, ഒരു ബ്രദർ, ഒരു സിസ്റ്റർ എന്നായിരിക്കും ഇത് പറയുന്നത്. അല്ല, ഒരു വീട്ടിൽ ചെന്നാൽ, ഏത് പട്ടണത്തിൽ ചെന്നാൽ അവിടെ ഒരു സമാധാനം എന്ന് പറയുവിൻ. ആദ്യം നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കണം. നോക്കിക്കേ, നമ്മൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവരാജ്യത്തെ പ്രസംഗിക്കണം, സുവിശേഷം വിളിച്ചു പറയണം. 2, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നന്മ തിന്മകളെ, കട്ടിയായിട്ടുള്ള ആഹാരം നമ്മൾ ഭക്ഷിക്കണം. എന്താണെന്നറിയാവോ? നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് നമുക്കൊരു മെച്യൂരിറ്റി വേണം. അത് നമ്മൾ വചനം ഭക്ഷിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, പല ആൾക്കാരും ഈ ചർച്ചിൽ കിടന്ന് ഭയങ്കര ബഹളം വെക്കൊണ്ട് പറയും, ബ്രദറെ, ആ ഉപദേശം എനിക്ക് ഭയങ്കര എതിരാണ്, ആ സിസ്റ്റർ എനിക്ക് എതിരാണ്, ബ്രദർ എനിക്ക് എതിരാണ്, അവർ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഒരു കാര്യം മനസ്സിലാക്കണമേ, ദൈവദാസൻ്റെ മേലും ഭൂതം വരും, വിശ്വാസിയുടെ മേലും ഭൂതം വരും. നിങ്ങൾ ചിന്തിക്കരുത്, ഇപ്പോൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര പെർഫെക്റ്റാണ്. ചിന്തിക്കരുത്, എല്ലാവരുടെ മേലും ഭൂതം വരും. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റം പറയുകയല്ല, എല്ലാവരുടെ മേലും ഭൂതം വരും. അപ്പോൾ ഇവരിങ്ങനെ തോണ്ടിക്കൊണ്ട്, യേശുവിൻ്റെ കൂടെ, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂദായുടെ ഹൃദയത്തെ പിശാച് കവർന്നു എന്ന് ബൈബിളിൽ വാക്യമുണ്ട്. കണ്ടോ? പത്രോസ് ശ്ലീഹാനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, പിശാചിൻ്റെ മകനെ ബറിയോന ശീമോനെ, നീ ഭാഗ്യവാനെന്ന് പറഞ്ഞ ആളോട് തന്നെ യേശു പറയാ, സാത്താനെ എന്നെ വിട്ട് പോകാനാ പറയുന്നത്. കണ്ടോ?
പത്രോസ് പറയും, ഇന്നലെയല്ലേ കർത്താവെ അങ്ങനെ നോക്കിയിട്ട് പറയോനോ ശീമോനെ നീ ഭാഗ്യവാൻ, സ്വർഗരാജ്യത്തിലെ ദൈവം നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, മാംസരക്തങ്ങളല്ല എന്നൊക്കെ കർത്താവ് പുകഴ്ത്തി കയ്യടി നേടി ആളോട് പറയാ പോ പിശാച് എന്ന്. അപ്പം എപ്പോൾ കയറി പിശാച് കണ്ടോ? അപ്പം നമ്മൾ ഓർത്തോണം. അപ്പം നമ്മുടെ അകത്തു എപ്പോഴും നിങ്ങൾക്കൊരു സ്പിരിച്വൽ സെൻസേഷൻ വേണം. നിങ്ങൾക്ക് നടക്കുന്ന ചുറ്റുവട്ടം, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന മനുഷ്യന്മാരുടെ അകത്തെല്ലാം ആര് വ്യാപരിക്കുന്നുണ്ട്? പട്ടണത്തിൽ ഭൂതങ്ങളുണ്ട്. ഈ ഭൂതം പല രീതിയിലാണ് എക്സ്പോസ്ഡ് ആകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അകത്ത് പ്രവേശിച്ചിട്ട് നിങ്ങളെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കും. നിങ്ങൾക്ക് അറിയാം, ബ്രദറെ എൻ്റെ ജോലി സ്ഥലത്ത് ഭയങ്കര വിഷയം, ബ്രദറെ എന്നെ നിർത്തുന്നില്ല, എനിക്ക് സമാധാനമില്ല ബ്രദറെ, ഞാൻ ഇവിടെ നിന്ന് ഇട്ടേച്ച് പോകുക, ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി നോക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ യുദ്ധം തുടങ്ങിയേ. എങ്ങനെ യുദ്ധം ചെയ്യേണ്ടത്? എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി വരും, 7 വഴിയായിട്ട് ഓടിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല. ഇത് പറയുമ്പോൾ ആ വ്യക്തിക്കകത്തിരിക്കുന്ന ദുരാത്മാവ്, യേശു പറഞ്ഞ ദൈവരാജ്യം ആദ്യം പ്രസംഗിക്കണം. ഇത് പ്രസംഗിക്കുമ്പോൾ ഭൂതം അങ്ങോട്ട് ഇളകാൻ തുടങ്ങും. ഉടനെ അവൻ എന്ത് ചെയ്യും? അടുത്ത സ്ട്രാറ്റജി ആയിട്ട് വരും. നിങ്ങളെ പിടിച്ച് ദാനിയേലിനെ പോലെ സിംഹത്തിൻ്റെ കൂട്ടിലോട്ട് ഇടാൻ വേണ്ടി എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. ഒരു കാര്യം ഉറപ്പിച്ചോണേ, ദൈവത്തെ വിളിക്കുന്നവന് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന പറഞ്ഞോണം. സകലതും എനിക്ക് നന്മയായിട്ട് മാറും. പിടിച്ചെടുത്തോണം. ഇവിടെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അപ്പോൾ ആത്മാവിനെ എങ്ങനെ അനുസരിക്കുന്നത്? ഇപ്പം ഞാൻ പറയുക, എങ്ങനെ നമ്മളൊരു വ്യക്തിയെ അനുസരിക്കുന്നു എന്ന് പറയാം. നമുക്ക് ഒറ്റ വാക്കി പറയാൻ പറ്റും എങ്ങനെയാണ് അനുസരിക്കുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് അനുസരിക്കുന്നത്? ആ വാക്കിലൂടെ നമ്മൾ അനുസരിക്കുന്നല്ലേ. ഇപ്പം പിള്ളേരോട് പറയത്തില്ല, അവിടെ ഇരിക്കാൻ പറയും, അങ്ങോട്ട് പോകാൻ പറയും, അതെടുക്കാൻ പറയും. അവർ പറയും എനിക്ക് പറ്റത്തില്ലെന്ന് പറയും. അവിടെ നമ്മൾ അനുസരണം കെട്ടവനെന്ന് പറയത്തില്ലേ? അതിൻ്റെ കാര്യം എന്തുവാ? വാക്കിനെ അവർ തിരസ്കരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ പറ്റി യേശു പറയുന്നു, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ വന്നിട്ട് ഞാൻ പറഞ്ഞതിനെ, പിതാവിൽ നിന്ന് കേട്ടതിനെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തും. സ്വയമായി സംസാരിക്കാതെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ സംസാരിച്ചതിനെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? വചനം പറയും. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കുക, ബ്രദറെ ഞാൻ ഇവിടുന്ന് പോകും, എൻ്റെ അയൽപക്കക്കാർ മൊത്തം പ്രശ്നമാണ്, എനിക്ക് നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു കാര്യം അറിയാം വിശ്വാസി, നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ അകത്തായിരിക്കും നിങ്ങൾ. ബ്രദറെ എൻ്റെ നാട്ടിൽ ഭയങ്കര വിഷയം, എനിക്ക് അറിയത്തില്ല, എനിക്ക് നിക്കക്കള്ളിയില്ല, ഞാൻ ഇവിടുന്ന് ആത്മഹത്യ ചെയ്തിരിക്കും. എൻ്റെ പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിനെ അനുസരിക്ക്. അടുത്ത വാക്കുകൊണ്ട്, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല. ആത്മാവ് പറയുന്നു, പേടിക്കണ്ട. എന്നാ പേടിക്കേണ്ടത്? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. കണ്ടോ? വചനം അങ്ങോട്ട് പറയണം. വചനം അങ്ങോട്ട് പറയുമ്പോൾ ഈ എതിർത്ത് നിൽക്കുന്ന വ്യക്തി തന്നെ പോവും. ഞാൻ നാളെ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞല്ലോ, ഒരു സഹോദരി എപ്പോഴും വന്ന് പറച്ചില്ല, എൻ്റെ ബ്രദറെ ഞാൻ നിർത്താൻ പോവാം, എനിക്ക് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് അറിയത്തില്ല, വഴിയെ പറന്നു പോകുന്ന കാക്ക വരെ ജോലി സ്ഥലത്ത് എനിക്ക് എതിരാ. അതുപോലെ വിഷയത്തിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര വിഷയമാണ്. ഞാൻ ആ സഹോദരി ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് ചെയ്യും. വചനമൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി 2-3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വിഷയം, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, അടുത്തയാളതേ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു 10-12 പേരെ എന്നോട് പറഞ്ഞു. അവസാനം ഞാൻ ചോദിച്ചു, 3-4 വർഷമായില്ലേ സിസ്റ്ററെ, എന്നോട് പറയാം, ബ്രദറെ ഞാൻ വേറെ ജോലി നോക്കുക. ഞാൻ ചോദിച്ചു, ഈ എതിർക്കുന്ന വ്യക്തി അവിടെ തന്നെ ഉണ്ടോ? എതിർക്കുന്ന വ്യക്തി ബ്രദറെ അവരിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക. കണ്ടോ? ആദ്യം വന്ന വ്യക്തി എന്ത് ചെയ്യുക? അത് പോയി. രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്യുക? അതും പോയി. മൂന്നാമത്തെ വ്യക്തി ഉണ്ട്, അതും പോയി. കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ആരാ നിൽക്കുന്ന അവിടെ? ഞാനവിടെ നിൽക്കുന്നുണ്ട്. എതിർത്തവരെന്ത് ചെയ്യും? അവർ പോയി. കണ്ടോ? ഇത് മനസ്സിലാക്കുന്നില്ല നമ്മൾ. ഇത് നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ എവിടെ നിൽക്കുന്നോ എല്ലാ മനുഷ്യർക്കും യുദ്ധമുണ്ട് പ്രിയരെ. നമ്മൾ ഓർക്കുന്നത് ചിന്തിക്കരുത്, അയ്യോ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അത് പട്ടണത്തിൽ യേശു പറഞ്ഞു, പട്ടണത്തിൽ ചെല്ലുവിൻ. തിരിച്ചു വന്നിട്ട് അവർ പറയാം, കർത്താവേ പോയിട്ട് വന്നിട്ട് അവർ പറയാം, ഞങ്ങൾക്ക് കീഴ. അപ്പോൾ ഭൂതങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? പട്ടണത്തിലുണ്ട്. എല്ലാ പട്ടണത്തിലും ഭൂതമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പട്ടണം വളരെ സൈലൻ്റ് ആയിട്ട് പട്ടണമാണ്. ഇല്ല, നിങ്ങൾ ലോകത്തിലാണോ? ഭൂതമുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് യേശു പറഞ്ഞു.
ലോകത്തിൽ പിശാച് അപ്പം പിശാച് എന്ന് ബ്രദർ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുവാനല്ല, നിങ്ങൾക്ക് മാത്രമേ അവനെ ജയിക്കുവാൻ ശക്തി ലഭിച്ചിട്ടുള്ളൂ. കാര്യം നിങ്ങളോട് മാത്രമാണ്, ഒരു വിശ്വാസിയോട് മാത്രമാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കുവിൻ. കണ്ടോ, വേറെ ഒരു മനുഷ്യനോടും തമ്പുരാൻ പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല, അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല, ലോകത്തിൽ ഒരു അധികാരിക്കും കൊടുത്തിട്ടില്ല. വിശ്വാസിയോട് യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ മുഴുബലത്തെയും. കണ്ടോ, ഓ ബ്രദറെ, കൂടോത്രക്കാരനോട് ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും ബ്രദറെ? കൂടോത്രക്കാരൻ്റെ കഴിക്കുന്ന ശക്തിയേക്കാൾ വലിയ ശക്തി അകത്തിരിപ്പുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി. പരിശുദ്ധാത്മാവിനേക്കാളും വലിയ ശക്തിയാണോ ആഭിചാരക്കാരൻ്റെ? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറ, ഏത് ശക്തിയാ വലുത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണോ വലുത്? കൂടോത്രക്കാരന്റെ ശക്തിയാണോ വലുത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണോ വലുത്? രോഗശക്തിയാണോ വലുത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണോ വലുത്? ലൂസിഫറിന്റെ ശക്തിയാണോ വലുത്? ഈ ശക്തി ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ഈ ശക്തി ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? കണ്ടോ, പൗലോസ് പറയുന്ന വാക്കുണ്ടോ? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. എഫേസ്യർ 1:29 കണ്ടോ, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയും വെച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ ഓടാൻ നിൽക്കും അല്ലേ? ഓ ബ്രദറെ, ഞങ്ങൾക്കൊന്നും പിടിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും അല്ല ബ്രദറെ, അവരോടൊക്കെ നമ്മൾ എങ്ങനെയാ ഇങ്ങനെ പോയി യുദ്ധം ചെയ്യുന്നത്? എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അകത്തില്ലാത്ത അത്ഭുത ശക്തി നിങ്ങളുടെ അകത്തിരിക്കുക. ആമേൻ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ വന്നത്, ഞാൻ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, കൂട്ടായ്മ നമുക്ക് ദൈവം തന്നതാണ്. ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതൽ കണ്ട, അതായത് വചനം കേട്ടിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ മേലെ ഒരു വിടുതൽ കണ്ട എത്ര പേരുണ്ട്? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കത് വലിയ പാടായിട്ട് തോന്നിയോ അത് പ്രാപിക്കാൻ, ഒരാളെ വിടിവിക്കാൻ? നിങ്ങൾ എറണാകുളം മീറ്റിംഗിൽ വന്നിട്ട് ആദ്യമായിട്ട് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കണ്ട എത്ര പേരുണ്ടായിരുന്നു? ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായവര്, എറണാകുളം പ്രാർത്ഥനയ്ക്ക് വന്നവര്? ഉണ്ട്. അതായത് ആദ്യ അനുഭവമായിരുന്നു അല്ലേ? നമ്മുടെ ക്യാമറാമാൻ ആയിട്ട് വന്ന ആ തിമത്തി ബ്രദർ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കൊണ്ടത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. തിമത്തി ബ്രദർ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, അത് വലിയ എന്നെ ചിന്തിപ്പിച്ചൊരു സാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാരമ്പര്യ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞാൻ ഓർത്തത് സാധാരണ പ്രാർത്ഥനയാണെന്ന് വിചാരിച്ചാണ് ക്യാമറ പിടിക്കാൻ വേണ്ടി വന്നത്. പുള്ളി 3-4 പേരും വന്നത്. പുള്ളി പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു, ഇത്രയും മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ട് കണ്ടു. 2, ഒരു സാധാരണ വിശ്വാസി പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുക. അദ്ദേഹം പറയും, സാധാരണ ഗസ്റ്റ് ദേവദാസന്മാരെല്ലാം വന്നിട്ട് അവർ ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഭൂതങ്ങളെ ഓടിക്കുകയും വലിയ വലിയ ദേവദാസന്മാർ മാത്രം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സാധാരണ വിശ്വാസി വന്നിട്ട് 17 വർഷമായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകുന്നു. എനിക്ക് നടുവിന് വേദനയായിരുന്നു, വർഷങ്ങളായിട്ട് എനിക്ക് ആ വേദനയായിരുന്നു, ഈ വേദനയായിരുന്നു, എനിക്ക് ഈ രോഗമായിരുന്നു. എന്നാൽ ആ സഹോദരി എൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശു എനിക്ക് വേണ്ടി സൗഖ്യം നടത്തി, ആ വ്യക്തി എന്നെ നോക്കി പ്രവചിച്ചു എന്നൊരു സാധാരണക്കാരൻ പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് അതിശയം തോന്നി. ആ വ്യക്തി പറയാം, ബ്രദറെ, ഇനി എവിടെ മീറ്റിംഗ് വെച്ചാലും ഞാൻ വരും. കണ്ടോ, അപ്പോൾ അദ്ദേഹത്തിന് അതിശയം തോന്നി. പക്ഷേ ഇത് വളരെ സിമ്പിളാണ് സഹോദര. ഓരോ വിശ്വാസിക്കകത്തും ഈ അധികാരമുണ്ട്. ഓരോ വിശ്വാസിയും യുദ്ധത്തിലാണ്. പക്ഷെ യുദ്ധം ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊന്നും കാണാത്തത്. നിങ്ങളുടെ പട്ടണത്തിൽ യുദ്ധം ചെയ്യുന്നില്ല. നിങ്ങൾ പിശാച് അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും വരുമ്പോഴേക്കും നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കും. എൻ്റെ ബ്രദറെ, എൻ്റെ കർത്താവേ, ഞാൻ എന്നാ ചെയ്യാനാ? യേശു പറയുന്നത് ഉണർന്ന് പ്രകാശിക്കുക. കണ്ടോ, ഉണർന്ന് പ്രകാശിക്കുക. ഇനി ശ്രദ്ധിച്ചോണം. ഇനി ഞാനിത് പറഞ്ഞ് നമുക്ക് സമയം പറക്കുന്നു. ലൂക്കോസ് എന്ത് ചെയ്യാ വാക്യം? ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ ആ വാക്യം നോക്കിക്കേ. 10-ാം വാക്യത്തിൽ യേശു ഒരു പട്ടണത്തിൽ ചെന്നാൽ, അപ്പോൾ ആദ്യം യേശു പറഞ്ഞത്, ഏത് പട്ടണത്തിൽ ചെന്നാലും ആദ്യം സമാധാനം, സുവിശേഷം പറഞ്ഞു. 70 പേരെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോകുവിൻ, ചെന്നായി കൊണ്ടുവേണ സഞ്ചിയും പൊക്കണവും ചെരുപ്പും ഒന്നും എടുക്കരുത്. നോക്കിക്കോണേ, അവരോട് പറയുക, നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ സഞ്ചിയോ പൊക്കണവോ, അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ കഴിക്കാൻ വേണ്ടിയുള്ളതോ ഉടുപ്പിനുള്ളതോ ഒന്നും കരുതണ്ട. ഒരു പട്ടണത്തിൽ ചെന്നാൽ, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ചോറ് കൊടുക്കുവോ, ആഹാരം കൊടുക്കുവോ, വസ്ത്രം കൊടുക്കുവോ, എന്തെങ്കിലും ചെയ്യുമോ? ആ AC ഓണാക്കി കൊടുക്കുവോ?
ഓ, സത്യസന്ധമായിട്ട് പറ. ആത്മീയമായിട്ട് സത്യസന്ധമായിട്ട്. നമ്മൾ കൊടുക്കത്തില്ല. ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി നോക്കി യേശു പറയുക, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പം സഞ്ചി എടുക്കരുത്, ബാഗ് എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത്. അതിനർത്ഥം ചെരുപ്പൊക്കെ അവിടെ ഉണ്ട്. നോക്കിക്കേ. എന്നാലും അവിടെ പറയും, നിങ്ങൾ വഴി ചെല്ലുമ്പം അന്തരം ചെയ്യരുത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്നും എടുക്കണ്ട. മറ്റു വാക്കിറ്റി പറഞ്ഞ് നിങ്ങൾ അടിയിൽ പൊക്കണമെന്ന് എടുക്കുക. അതിനർത്ഥം നിങ്ങൾ പണസഞ്ചി എടുക്കരുതെന്ന് പറഞ്ഞു. ഒന്നും എടുക്കരുത്. സാമ്പത്തികം എടുക്കരുത്, ആഹാരം കഴിക്കാൻ എടുക്കരുത്, ഒന്നും എടുക്കരുത്. ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ സമാധാനം എന്ന്. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞ് ആരെങ്കിലും ചോറ് തരുമോ? ആഹാരം തരുമോ? സമാധാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ കയറി താമസിപ്പിക്കുവോ? അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥതയില്ലാത്തൊരു അനുഭവമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ബന്ധനത്തിന്റെ അകത്ത് ആ കുടുംബത്തിന്റെ അകത്തുണ്ട്. അവന്റെ ബന്ധനങ്ങളെ അഴിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് ശ്ലീഹ മെലീത്ത ദ്വീപിൽ ചെന്നു. ബർബരന്മാർ പൗലോസിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പറമ്പ് വിട്ടുകൊടുത്തു. പൗലോസ് എന്ത് ചെയ്തു? പുബ്ലിയോസിന്റെ പിതാവ് മരിക്കത്തക്കവണ്ണം ധീരം പിടിച്ചു കിടക്കുക. ഉടനെ പൗലോസ് ആ വീട്ടിൽ പോയിട്ട്, അച്ചായ എന്നെ കൊണ്ട് വിശ്വാസം വെച്ചല്ലോ, ഓടി ചെന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഉടനെ അപ്പച്ചൻ സൗഖ്യമായി. പുബ്ലിയോസ് പറഞ്ഞു, ഇവിടെ താമസിച്ചോ? കണ്ടോ, ഇതാണ് അവിടെ പറയുന്നത് യേശു. ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടെ നിങ്ങളെ അവൻ കയറ്റി താമസിപ്പിക്കുന്ന രീതിയിൽ ആ കുടുംബത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. നിങ്ങളുടെ മേൽ ശക്തിയുണ്ട് ഒരു കുടുംബത്തെ വിടിവിക്കുവാൻ. ഇതാണ് പൗലോസ് ശ്ലീഹ പുബ്ലിയോസ് ദ്വീപിൽ പബ്ലിയോസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ ആ പിതാവിൻ്റെ ദീനത്തെ സൗഖ്യമാക്കി. ഉടനെ പുബ്ലിയോസ് എന്ത് ചെയ്തു? ഇതെന്നാ പരിപാടിയാ? ഡോക്ടർ കൈവിട്ട വിഷയമായിരുന്നു. ഇദ്ദേഹം വന്നിട്ട് പ്രാർത്ഥിച്ചു, അത്ഭുതം നടന്നു. ആ ദേശക്കാർ മൊത്തം വന്ന്, നമ്മൾ വായിച്ചായിരുന്ന വാക്യമല്ല അപ്പോസ്തല പ്രവൃത്തിയിൽ, ആ പട്ടണത്തിലെ ആളുകൾ മുഴുവൻ വന്ന് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇതാണ് നിങ്ങളെപ്പറ്റിയുള്ള പദ്ധതി. അപ്പം രോഗമെന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ പിന്നിലെ ദുരാത്മാവുണ്ട്, ഭൂതമാണ്. ഒരു കുടുംബത്തിൽ സമാധാനമില്ല, അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിൽ സ്വസ്ഥത കെടുത്തുന്ന ഒരു ദുരാത്മാവുണ്ട്. കാര്യം ബൈബിൾ പറയുന്നു, യേശു പറയുന്നു, ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ബ്രദറെ, എൻ്റെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ കലഹത്തിൻ്റെ ദുരാത്മാക്കൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. ഓ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ. പ്രാർത്ഥിക്കുകയല്ല, യുദ്ധം ചെയ്യണം. എങ്ങനെ യുദ്ധം ചെയ്യുന്നത്? ആത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. എന്താ ഓർമ്മപ്പെടുത്തുന്നത്? യേശു പറഞ്ഞ വാക്ക് എന്നാന്നറിയാവോ? ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ തന്നേച്ചു പോകുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി. ഉടനെ കൽപ്പിക്കുക, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൽ കലഹമല്ല കാണാൻ വേണ്ടി പോകുന്നത്, എൻ്റെ കുടുംബത്തിൽ സമാധാനമാണെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ മേലായിക്കോട്ടെ, ഭാര്യയുടെ മേലായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ മേലായിക്കോട്ടെ, വ്യാപരിക്കുന്ന ദുരാത്മാവ് ഇളകാൻ തുടങ്ങും. ഇളകുമ്പം ബ്രദറെ അത് ഭയങ്കര, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രദറെ വിഷയം അങ്ങോട്ട് കൂടാൻ തുടങ്ങി. വിഷയം കൂടിയതല്ല പ്രിയരെ, ആ പിശാച ഇളകാൻ തുടങ്ങിയതാ. അപ്പം ഞാനിനി എന്നാ ചെയ്യണം? ഇളക്കി അതിനെ ഓടിക്കണം. അതിന് എന്ത് ചെയ്യണം ബ്രദറെ? ഞാൻ ഏത് ദേവദാസനെ വിളിക്കേണ്ടത്? ഒരു ദേവദാസനെയും വിളിക്കണ്ട. പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കോണം, ഫൈറ്റ് ചെയ്യണം, വചനം അങ്ങോട്ട് പറയണം. വചനമെന്ന വാൾ ഉണക്കിക്കേ. യേശു പറഞ്ഞു, ഏത് പട്ടണത്തിൽ ചെന്നാലും എന്ത് ചെയ്യണം? ആദ്യം ദൈവരാജ്യം പ്രസംഗിക്കുക. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ഭൂതത്തിന് ഇളക്കം തൊട്ടും. അവന് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല, അവൻ ഇളകാൻ തുടങ്ങും. ഇനി ഇളകുന്ന സമയത്ത് ആ വചനം കൊണ്ടങ്ങ് വെട്ടിക്കോണം. അപ്പം ആദ്യം വിശ്വാസി തിരിച്ചറിയണം, ഞാൻ യുദ്ധത്തിലാണ്. ലോകത്തിൽ യുദ്ധമുണ്ട് പ്രിയരെ. ഒരു പ്രശ്നം വരുമ്പോൾ ഓർത്തോണം, ഇത് യുദ്ധമാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ട്, ഒരു പ്രശ്നം വരുമ്പോൾ പറ, അത് യുദ്ധമാണെന്ന് പറ. അയ്യോ അല്ല ബ്രദറെ, ഞങ്ങളുടെ അയൽവക്കത്തുള്ള അവർക്കും അതേ വിഷയമാ. അവരെന്നാ ചെയ്തത്? ഓ, അവർ പറയുന്നു ഇത് ഞങ്ങളുടെ വിധിയാണ്. നിങ്ങൾ എന്നാ പറയുന്നത്? ഞങ്ങളുടെ വിധിയാണ്. കണ്ടോ, നമ്മൾ വേറെ രീതിയിലാണ് പറയുന്നത്. കർത്താവിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. കണ്ടോ, അവർ വിധിയെന്ന് പറയും, നമ്മൾ വേറെ രീതിയിൽ പറയും. നമ്മൾ ഇച്ചിരി കൂടെ ആത്മീയമായിട്ട് അതിനെ വൽക്കരിച്ചിട്ട് പറയും, കർത്താവിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ ദൈവഹിതം നടക്കട്ടെ. എന്താ ദൈവഹിതം? നമ്മുടെ ജീവിതം മുടിഞ്ഞുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. തമ്പുരാൻ്റെ ഹിതം അതായിരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ രീതി. നമ്മൾ ഉടനെ വചനം വായിക്കണം. അയ്യോ ബ്രദറെ, വചനത്തിൽ ഇങ്ങനെ അല്ലല്ലോ പറയുന്നത്. എൻ്റെ കുടുംബത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കൂടാരത്തിൽ ഉണ്ടാകുമെന്നാണല്ലോ. അപ്പം ഇതല്ലേ എൻ്റെ ജീവിതത്തിൽ ആത്മാവിനെ അനുസരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്തില്ലേ? ആ വചനം അങ്ങോട്ട് പറ, ഇതല്ല എൻ്റെ കുടുംബത്തിൽ വരേണ്ടത്, ഇതല്ല ദൈവഹിതം. ദൈവഹിതം വചനത്തിൽ പറയുന്നതാണ്.
അപ്പോൾ എന്ത് ചെയ്യണം? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ ഈ പറയുന്നത്. മനസ്സിലായോ? വിശ്വാസി ശക്തിപ്പെടത്തില്ല. ഏതാ വിശ്വാസിക്ക് അന്യഭാഷ പ്രാർത്ഥനയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാ. എനിക്കറിയത്തില്ല, ആ ടി വിയുടെ മുമ്പിലേക്ക് ഇരുന്ന് സീരിയൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരിക്കാൻ പറ്റും. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാൽ പിന്നെ നമ്മൾ ഉറങ്ങി അങ്ങ് യൂത്തിക്കോസിനെ പോലെ വീഴുക. ശ്രദ്ധിച്ച് നോക്കിക്കേ. ജയിക്കേണ്ടേ നമുക്ക് യുദ്ധത്തിൽ. ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. യേശു പറഞ്ഞില്ലേ, എറൈസ് ആൻഡ് ഷൈൻ. നമ്മുടെ കഴിഞ്ഞ വർഷം കിട്ടിയ വാക്കല്ലേ. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങി. എറൈസ് ആൻഡ് ഷൈൻ. നമ്മൾ ഉണരാൻ തുടങ്ങി, നമ്മൾ ഷൈൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇമ്പാർട്ടേഷൻ സർവീസിൻ്റെ അകത്ത് എറണാകുളം പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ അവരെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ബ്രദർ പ്രാർത്ഥിക്കുമായിരുന്നു, പകരം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അടുത്തിരുന്ന വ്യക്തി പറയാൻ തുടങ്ങി, ബ്രദറെ ആ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എത്ര പേരത് കേട്ടായിരുന്നു? എത്ര പേരത് കേട്ടു? സഹോദരിമാര് പറയാൻ തുടങ്ങി, സഹോദരന്മാർ പറയാൻ തുടങ്ങി, ബ്രദറെ ആ സഹോദരൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം എൻ്റെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെട്ടു, ഇപ്പം എനിക്ക് വേദനയില്ല, കണ്ടോ? സഹോദരി വീട്ടിൽ നിന്നല്ല ചൂടും കൊണ്ടൊന്നോ ഇല്ല. ആ വ്യാപാര ശക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനാ ഹോളിൽ അത് നടക്കുന്നുവെങ്കിൽ ആ ഹോളിലെ അഭിഷേകം പുറത്തോട്ടും നടത്തുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ആമേൻ. ഇപ്പം വിശ്വാസി ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസിയുടെ ജീവിതത്തിൽ പട്ടണങ്ങളിൽ ഭൂതങ്ങളുണ്ട്. അയ്യോ ബ്രദറെ, ബ്രദറെ ഞാൻ രക്ഷപ്പെടാത്തത് അതുകൊണ്ടല്ല, നിങ്ങൾ ആ ശക്തി ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. പട്ടണത്തിലുള്ള ഭൂതമല്ല കാരണം, പട്ടണത്തിലെ ഭൂതങ്ങളുടെ മേൽ നമ്മൾ ശക്തി ഉപയോഗിക്കുന്നില്ല. മനസ്സിലായോ? ശക്തി ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ ഈ സാധനങ്ങളെല്ലാം ഓടും. ഇപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. 10-ാം അധ്യായത്തിൽ ഇവരെ പട്ടണത്തിൽ പോയിട്ട് പറയുക, യേശു രാജാവായി വീണ്ടും വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് പൊടി തട്ടിപ്പോയിരുന്നെങ്കിലോ? അവർ രോഗികളെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ രോഗികളെ കണ്ടാൽ അച്ചായ മനസ്സിലാക്കി ഇത് രോഗമല്ല കേട്ടോ, പറ ഇത് രോഗമല്ല, ഇത് ബന്ധനമാന്ന് പറ. രോഗമല്ല, ഇത് ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞത് അങ്ങനെയല്ല. ഡോക്ടർ വായിക്കൊള്ളാത്ത ഏതൊരു പേരാ പറഞ്ഞത് ഇതിന്. ഡോക്ടർ പറഞ്ഞത് ഇതിന് മരുന്നില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. വലിയ രോഗമാണെന്നാ പറഞ്ഞത്. പക്ഷെ ബൈബിള് പറഞ്ഞേക്കുന്നത് രോഗമല്ല, രോഗത്തിന്റെ ദുരാത്മാവാന്നാ പറഞ്ഞത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ പോയിട്ട് എന്നാ പറയും? ഡോക്ടർ എന്നാ പറഞ്ഞു? അപ്പോൾ അവർ പറയും ഡോക്ടർ പറഞ്ഞു മരുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടോ? നമ്മളൊന്നും കൂടെ അവരെ നിരാശപ്പെടുത്തി. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് രോഗമല്ല, ഇത് രോഗശക്തിയാണ്. ഈ രോഗശക്തിയെ എന്ത് ചെയ്യണം? വചനം എന്ന വാളുകൊണ്ട് വെട്ടി ജയിക്കണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇതൊരു യുദ്ധമാണെന്ന് മനസ്സിലാക്കണം. ബ്രദറെ, അതുകൊണ്ടാണ് ഞാൻ ഈ രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് വേദനയുണ്ടോ ബ്രദറെ? വേദനയുണ്ട്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞില്ല, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ബ്രദറെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ആ വേദന മാറുന്നില്ല ബ്രദറെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിച്ചവർക്ക് എങ്ങനെ സൗഖ്യമുണ്ടായി? അവരിലൂടെ ആ സൗഖ്യം എന്നിലും സംഭവിക്കും. സൗഖ്യം എൻ്റെ അവകാശമാണ്, രോഗമല്ല എൻ്റെ അവകാശം. ഫൈറ്റ് ചെയ്യണം. എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? വചനത്താൽ. നിങ്ങൾ വചനം പറയുമ്പോൾ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ബ്രദറെ, പിശാച് ഞങ്ങൾക്കെതിരെ വരത്തില്ല. ഇല്ല, തൊടാൻ പറ്റത്തില്ല. നിങ്ങളെ തിരിച്ച് അവന് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. അതാ പ്രശ്നം. പിശാചിന് പറ്റിയ രമളി എന്ന് പറഞ്ഞാൽ തിരിച്ച് യുദ്ധം ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരിച്ചവന് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളോട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് തന്ന അധികാരത്തിനൊരു പവറുണ്ട്. ലൂക്കോസ് 10:19 ഏറ്റവും എടുത്ത വാക്യം എന്തുവാ? പാമ്പുകളെയും തേളുകളെയും ശസ്ത്രവിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം ലൂക്കോസ് 10:19 ഒടുവിൽ പറയുന്നത് ഒന്നും ഒരിക്കലും ഒരു ദോഷം. ഇത് ദൈവത്തിന്റെ ഗ്യാരണ്ടി. യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായ വിശ്വാസിക്ക് ദൈവം തരുന്ന ഗ്യാരണ്ടി തിരിച്ചവന് തൊടാൻ കഴിയത്തില്ല. നിങ്ങളെ അവന് അടിക്കാൻ കഴിയത്തില്ല. കാരണം
അതിനു മുമ്പ് തമ്പുരാൻ പറ തൊട്ടാ നീ വിവരം അറിയും. കാരണം എന്നറിയാവോ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല. ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ്, സൈന്യങ്ങളുടെ യഹോവയുടെ ഉറപ്പാണ്, സറാഫുകൾ വാഴ്ത്തുന്ന ദൈവത്തിൻ്റെ ഉറപ്പാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഉറപ്പാണ്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും. കണ്ടോ, ഈ ഉറപ്പം വെച്ചോണ്ട് നമ്മൾ പട്ടണത്തിൻ്റെ അകത്ത് ഇരിക്കുക പേടിച്ച്. ആരോ പ്രസംഗിച്ചു, അയ്യോ സാത്താനെ കയറി പിടിക്കരുതേ, അവൻ പിടിച്ച് നിങ്ങളെ അടിക്കും. ഞാൻ പറഞ്ഞു, ദുരുപദേശമാണത്. അങ്ങനെയുള്ള ദുരുപദേശത്തിൽ നിന്നൊക്കെ വിട്ടു ഓടുക, ഓടി രക്ഷപ്പെടുക. എന്നിട്ട് ലൂക്കോസ് 10:1 വിശ്വാസിയുമായിട്ട് ചേരുക, അവരോടൊപ്പം പട്ടണങ്ങളിൽ പോകുക, ഭൂതങ്ങളെ പുറത്താക്കുക, രോഗിയെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോ, അയ്യോ ആ വ്യക്തിയെ വിടിവിക്കാനുള്ള കൃപ എനിക്കാ കിട്ടിയിരിക്കുന്നത്. പൗലോസ് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ഞാൻ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. കണ്ടോ, അവ രോഗികളെ വിടിവിക്കാനുള്ളവരിപ്പോൾ എന്ത് ചെയ്യുവാണ്? പെരക്കകത്ത് കയറിയിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മയുദ്ധം ശ്രദ്ധിച്ചു കേട്ടോണം. സ്പിരിച്വൽ വാർഫെയർ, പോരാട്ടം എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പിശാച് എല്ലാ ദിവസവും വഴി നിന്നുകൊണ്ട് നിങ്ങളെ ഉന്തിയിടുകയും ചാടിയിടുകയും ഇതൊന്നും അല്ല. നിങ്ങൾക്കെതിരെ വരുന്ന യുദ്ധത്തെ ജയിക്കുവാനുള്ള കഴിവും ശക്തിയും തന്നിട്ടുണ്ട്. ഭവനത്തിലൊരു വ്യക്തിക്ക് ഒരു വിഷയം വന്നാൽ ഭവനം ഒന്നിക്കണം. ഉടനെ പറയരുത്, ഓ എന്നാ ചെയ്യാനാ ബ്രദറെ, ഞങ്ങൾക്ക് സമയമില്ല, അച്ചായൻ്റെ കാര്യത്തിൽ ബ്രദർ ഒന്ന്. ഇന്നൊരു സഹോദരി എനിക്ക് പ്രാർത്ഥനകൾക്ക് അയ്യോ ഞങ്ങൾ വലിയ വിഷയമാണ് അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ആരാ പ്രാർത്ഥിക്കേണ്ടത്? അച്ഛനാണ് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നു മുതൽ വചനം എന്നെ ശക്തനാക്കുന്ന ആ വചനം ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക്. അപ്പം നമ്മൾ ഒരു പ്രയർ റിക്വസ്റ്റ് അയച്ചാൽ നമ്മുടെ ചിന്തയിൽ എന്തുവാ, നമ്മൾ സേഫാന്നല്ല. യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണം. അനിഭാഷാ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ കൂടിയിരുന്ന് പകർച്ചയ്ക്ക് വേണ്ടി കൂടെ ഒട്ടിയിരുന്നോണം. ആമേൻ. ആത്മാവിൽ ആരാധിക്കുന്നവൻ്റെ കൂടെ നടന്നാൽ ആത്മാവിൽ ആരാധിക്കുന്നവൻ്റെ മേൽ നിന്നുള്ള പകർച്ച നിങ്ങളുടെ മേലുണ്ടാവും. യോശുവയ്ക്കും കാലേബിനും മനസ്സിലായി, ഈ പിറുപിറുക്കുന്ന ജനത്തിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരുഭൂമിയിൽ സർപ്പത്തിന് ഇരയാകും. എന്നാൽ അവർ മോശയോട് ചേർന്ന് നടന്നു. ദൈവം തിരിച്ചു പറഞ്ഞു, നീ മോശയോട് കൂടെയല്ല നടന്നത്, യഹോവയോടാ പറ്റിയിരുന്നത്. കണ്ടോ, ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ടാട്ടെ. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ പേരാ യുദ്ധം. യുദ്ധം തിരിച്ചറിഞ്ഞ് ഞാൻ യുദ്ധത്തിലാണ് ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല, യുദ്ധം ചെയ്യണം. വാചനം കൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിക്ക്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, ശക്തി കൂടെയുണ്ട്. ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞോണം. ഭാവി അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഫ്യൂച്ചർ പ്രവചിച്ചതിന് ശേഷമേ വചനത്തിൽ യുദ്ധം ചെയ്യാവുള്ളൂ. ഫ്യൂച്ചർ ആദ്യം കാണണം. ജയം ഒടുവിൽ കർത്താവിലാണ് ജയം. എന്താ ഇതിൻ്റെ അവസാനം? ഇപ്പോൾ രോഗികൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ഓ ബ്രദറെ എനിക്ക് വലിയ രോഗമാണ്, ഡോക്ടർ പറഞ്ഞ് ഞാൻ മരിച്ചു പോകുന്നു കേട്ടെ. ആദ്യം ഡിക്ലെയർ ചെയ്യണം, ഞാൻ ജീവനോടെ ഇരിക്കും, യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. എന്നിട്ട് വചനം പറയാൻ തുടങ്ങും, യേശുവിൻ്റെ അടിപ്പണ സൗഖ്യം. ഇതിൻ്റെ എൻ്റെ എന്താണെന്നറിയാവോ? എൻ്റെ അത്ഭുതമാണ്. ഒറ്റയ്ക്ക് തളർന്നു പോകുന്നുണ്ടെങ്കിൽ കൂട്ടായ്മയെ ആചരിക്കും. ബ്രദർ എനിക്ക് പ്രാർത്ഥിക്കാൻ ശക്തിയില്ല, വാ കൂടെ കൂട്. ആരാധിക്കുന്നവൻ്റെ കൂടെ പോയി കൂട്, പിറുപിറുക്കുന്നവൻ്റെ കൂടെ കൂടരുതേ. ആരാധിക്കുന്നവൻ്റെ കൂടെ കൂടെ. ആരാധന വർദ്ധിപ്പിക്കേണ്ടത് എപ്പോഴാണെന്നറിയാവോ? യുദ്ധം കൂടുമ്പോഴാണ്. പ്രാർത്ഥന കൂട്ടേണ്ടത് യുദ്ധം വരുമ്പോഴാണ്. യുദ്ധം വരുമ്പോഴല്ലേ സൈന്യങ്ങളെല്ലാം ഒന്നിക്കുന്നത്. ലീവിന് പോയ ആൾക്കാരെല്ലാം തിരിച്ചു വിളിക്കും, പെട്ടെന്ന് വാ, യുദ്ധം തുടങ്ങി, ഇനി ഇരിക്കാൻ പറ്റത്തില്ല, ഓടിവാ. ഇപ്പോഴാണ് ആരാധിക്കേണ്ടത്. പ്രശ്നം വരുമ്പോഴാണ് കൂട്ടായ്മ കൂടുതൽ അറ്റാച്ച്ഡ് ആകണം, മനസ്സിലാക്കണം ഇത് യുദ്ധമാണ്. ഓ ബ്രദറെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയരെ, യുദ്ധം വന്നു, യുദ്ധം ചെയ്യേണ്ട സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ തളർന്നു പോകരുതേ. ആരൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്? അവരുടെ കൂടെ കൂട്. ആരാധിക്കുന്നവരുടെ കൂടെ കൂട്. വചനത്തിൽ ബലം തരുന്ന ആൾക്കാരുടെ കൂടെ കൂട്. അവിടെ നിങ്ങളുടെ കൂടെ അവിടെ നടക്കണം നിങ്ങൾ. കാര്യം ഒറ്റയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ചിലപ്പോൾ ആ സമയത്ത് തളരാൻ സാധ്യതയുണ്ട്. അവിടെ നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു അവരെ ഈരണ്ടായിട്ട് അയച്ചു. നോക്കിക്കേ, ലൂക്കോസ് കണ്ടോ, ഈരണ്ടായിട്ട് അവരെ അയച്ചു. ഒറ്റയ്ക്ക് അയച്ചില്ല, ഈരണ്ടായിട്ട് അയച്ചു. എന്തിനാണ് ഈരണ്ടായിട്ട് അയക്കുന്നത്? ഒരുവൻ വീണാൽ മറ്റവൻ താങ്ങും. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ വലിയ ആലോചനയ്ക്കായി നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ 27-ാം തീയതി എന്താ നടക്കാൻ പോണത്? ഒന്ന് പറഞ്ഞേ. 27-ാം തീയതി കണ്ണൂര് 27-ാം തീയതി അന്യഭാഷ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കല്ലേ.
ഈ അവസരങ്ങളൊന്നും പാഴാക്കരുത്. ആത്മാക്കളെ കൊയ്യാൻ വേണ്ടിയുള്ള പട്ടണത്തിൻ്റെ മേൽ ജയത്തെ എടുക്കുന്ന പ്രാർത്ഥനയാണ്. എത്ര റിസ്ക് ആണ്, ഒന്നുമില്ല, പ്രതിഫലം കിട്ടുമെന്ന്. കർത്താവ് ആരാന്നറിയോ? ആള് കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നവന് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. ബ്രദറെ, ഇല്ലാത്ത വണ്ടിക്കൂലി ഉണ്ടാക്കി ഞാൻ വന്ന് ബ്രദറെ, ആ സഹോദരിയും സഹോദരനും എന്നെ മൈൻഡ് ചെയ്തില്ല, പോട്ടെന്ന്, സ്വർഗത്തിലെ പ്രതിഫലമുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നവരെ, ഏപ്രിൽ മാസം, മാർച്ച് മാസം അവസാനം മുതൽ നമ്മുടെ പ്രാർത്ഥനകൾ പല പട്ടണങ്ങളിൽ കേരളത്തിൽ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ചില സ്ഥലങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ തിരുവനന്തപുരം, കണ്ണൂർ, അങ്ങനെ പലയിടങ്ങളിലും പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥന ക്രമീകരിക്കുന്നു. തിരുവനന്തപുരത്തുള്ളവർ, കണ്ണൂരുള്ളവർ ഹോളുകളെ അന്വേഷിച്ച് ജനുവരി മാസം നമ്മൾ ഹോള് ബുക്ക് ചെയ്യും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നോക്കുക, കാണുക. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വിതയ്ക്കാനുള്ള എത്ര പേര് തയ്യാറാണ് വിതയ്ക്കാൻ വേണ്ടി? ഞാൻ ഏറ്റവും ഒടുവിൽ പറയാൻ വേണ്ടിയിരുന്നപ്പോൾ ചില ആൾക്കാർ ലെഫ്റ്റ് ആയിപ്പോവും. ആമേൻ. വിതയ്ക്കണം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പട്ടണങ്ങളെ അറിയാൻ രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. അവരോട് പറയണം, ഇന്ന് മുതൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിത്തിരിക്കണം. ആദ്യം മനസ്സിലാക്കുക, ഒരു വിഷയം ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, പിശാചിന്റെ ബന്ധനത്തിലാ. നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കരുത്. അവരുടെ ബന്ധനങ്ങളെ വചനം പറഞ്ഞങ്ങ് അഴിക്ക്. ഒരു തവണ പ്രാർത്ഥിച്ച് ബ്രദറെ അവർക്ക് ഒരു മാറ്റമില്ല ബ്രദറെ, ആ സഹോദരി പറയുക, സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? പിശാചിനെ കട്ട പിടിച്ചിരിക്കുക. പിന്നെയും അവർക്ക് വേണ്ടി വചനം പറഞ്ഞ് വെട്ടി അവൻ്റെ വേരോടെ പിഴുതുകളാ. ചിലപ്പോൾ അവൻ ഈ പിശാചിൻ്റെ പ്രത്യേകത, അവൻ നാണമില്ലാതിരിക്കുന്നതുകൊണ്ട് മാറത്തില്ല പെട്ടെന്ന്. നിങ്ങൾ അവനെ ഇറക്കി വിടുന്നവരാ. പിടിച്ച് അവിടെ പറഞ്ഞത് ബലാത്കാരികളാണ് നമ്മൾ. ബലവാനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവർന്നെടുക്കുന്ന ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കി. എന്താ ബലാത്കാരികൾ? പിടിച്ചടക്കുന്നവരാ നിങ്ങൾ ബലാത്കാരികളെന്ന വചനം പറഞ്ഞത്. അപ്പം ഏപ്രിൽ മാസത്തെ മീറ്റിങ്ങിന് രോഗികൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് മുതലേ പ്രാർത്ഥിക്കണം. അവരുടെ സാക്ഷ്യമായിട്ട് വരണം. സാക്ഷ്യം പറയുവാനുള്ളവർ നേരത്തെ തന്നെ പറയണം. കർത്താവ് നിങ്ങൾ എന്താണോ സാക്ഷ്യം ഓരോ പട്ടണത്തിലും. അപ്പം എനിക്കവിടെ ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. ഞാൻ നാട്ടിൽ നമുക്ക് പ്രാർത്ഥന ക്രമീകരിക്കുന്നത് ആ ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്ത് മാക്സിമം പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭംഗിയായി ചെയ്യുവാൻ കൃപ വേണം. ഏറ്റവും നല്ല ഹോള് വേണം. അതിനു മുമ്പായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒരാത്മാവ് എൻ്റെ വിതയിലൂടെ ഒരു കസേര അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ വിതച്ച നന്മയിൽ നിന്നും ഉപയോഗിക്കുന്ന ഒരു ഹാളായിക്കോട്ടെ, ഒരു കസേര ആയിക്കോട്ടെ, ഒരു മൈക്ക് സെറ്റ് ആയിക്കോട്ടെ, ഒരു വ്യക്തി വരുമ്പോൾ എന്തും ആയിക്കോട്ടെ, ഇട്ടതിൻ്റെ അകത്ത് ബൈബിൾ പറയുന്നു വിതയ്ക്കുകയാണ്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിനായി നിങ്ങൾ വിതയ്ക്കണം. വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. പല ആൾക്കാർക്കും പറയാൻ പേടിയാണ് ആ കാര്യം. പക്ഷേ വിതയ്ക്കുക. ഹൃദയത്തിൽ അവനവന് തോന്നുന്നത് വിതയ്ക്കാനാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അളവൊന്നുമില്ല. ആമേൻ. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുവാൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. വിതയ്ക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അത് വിതയ്ക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നെൻ്റെ കൂടെ എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞു. യേശുവേ, ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഇന്ന് ഈ കുടുംബത്തിൻ്റെ അകത്തൊരു സമാധാനമില്ലാതിരിക്കും രോഗികളായി ഭാരപ്പെടുന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ലഭിക്കുന്നവർ മ്യൂട്ട് മാറ്റി പറയാം. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണെങ്കിൽ കുടുംബത്തിൻ്റെ അകത്ത് പറയുക, ധൈര്യത്തോടെ പറയുക. രണ്ടാമത്, രോഗം സൗഖ്യമായവർ ചെക്ക് ചെയ്യണം. പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ആശ്വാസം നല്ലതാണ്. ആശ്വാസമല്ല സൗഖ്യത്തിൻ്റെ പൂർണ്ണത. പൂർണ്ണ വിടുതലാണ്. അതുകൊണ്ട് ഈ നിമിഷം തന്നെ വേദനകളാൽ ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ചിട്ട് പറയാം, ഇത് രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടപിശാച്. എൻ്റെ ശരീരത്തിൻ്റെ മേൽ ശരീരത്തെ തളർത്തുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്ലാൻ എൻ്റെ ആരോഗ്യമാണ്. കൽപ്പിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. കണ്ണിനോട് പറ, കർത്താവേ, കണ്ണാടി വെച്ചിട്ട് യേശുവിനെ സ്തുതിക്കാനല്ല, ആ കാഴ്ച വർദ്ധിക്കും, കേൾവി വർദ്ധിക്കും. നടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ കാലെ കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ കാല് . നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം.
അപ്പോൾ എൻ്റെ കാല് ഞൊണ്ടി നടക്കാനുള്ളതല്ല, എൻ്റെ കാല് വേദനയാൽ നടക്കാനുള്ളതല്ല. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ പറഞ്ഞു, എൻ്റെ ശരീരം വേദന കൊണ്ട് പൊളയേണ്ടതല്ല, യേശുവിൻ്റെ ശരീരമാണിത്. പറഞ്ഞു, യേശുവിൻ്റെ ശരീരമാണ്. ആ രോഗം കേൾക്കട്ടെ, ആ രോഗശക്തി കേൾക്കട്ടെ, ദുരാത്മാവ് കേൾക്കട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ കൽപ്പിച്ച് യേശുവിനത് കൽപ്പിച്ച് ആ വേദനകൾ വേരോടെ എല്ലാവരും ഇന്നൊന്ന് കൽപ്പിച്ച്, ഈ വേദനയാൽ ഭാരപ്പെടുന്ന എത്ര പേരുണ്ട്? വേദനയാലും രോഗത്താലും ഭാരപ്പെടുന്ന എത്ര പേരുണ്ട്? ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞ്. ഉണ്ട് കർത്താവ്, ബ്രദറെ ഞാനുണ്ട്. ഇനി കേട്ടെ, ഇനി നമ്മൾ ആ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് ഇനി ഈ സമയത്ത് പ്രവചനം, എനിക്കൊരു പ്രവചന വരവും കൃപാവരവും ജ്വലിച്ച് ഞാൻ യേശുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവരാജ്യം ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ആത്മാവിൽ ഒന്ന് കൈവെക്കാൻ വേണ്ടി പോവാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, നിന്റെ കൈവെപ്പിനാൽ, എന്റെ കൈവെപ്പിനാൽ നിന്റെ അകത്തുള്ള ആത്മീയ വരങ്ങൾ ജ്വലിക്കണം. നിങ്ങളുടെ അകത്ത് എല്ലാം ഇരിപ്പുണ്ട്, കൃപാവരങ്ങൾ എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കണം. കരഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല പ്രിയരെ. യുദ്ധം ചെയ്യണം. നാളെ നിങ്ങളുടെ പെരക്കകത്ത് യുദ്ധം വന്നാൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഇന്നേ പഠിക്കണം. ഇന്നലെ അതുകൊണ്ടാണ് തഴക്കത്താൽ അഭ്യാസം ലഭിച്ചവരായി. എബ്രായ ലേഖനം 5 പറഞ്ഞ വാക്കോർക്കുന്നു. ആദ്യം പറഞ്ഞത് കട്ടിയുള്ള വചനം കഴിച്ച് തഴക്കത്താൽ അഭ്യാസം പ്രാപിക്കുന്നവരാകണം. നന്മ തിന്മകളെ അറിയുന്നവരാകണം. ആത്മീയമായി വിവേചിക്കുവാൻ കഴിവുള്ളവരാകണം. യുദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു. എല്ലാവരും കൽപ്പിച്ച്, ആ രോഗത്തോട് കൽപ്പിച്ചു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന ഒന്ന് കൽപ്പിച്ച്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് ഉറക്കിയ രോഗി കേക്കെ എല്ലാവരും വിളിച്ചു പറഞ്ഞ്, രോഗം യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു വേദനകളെ ചുമന്നതാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞൊരു ലിസിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ലിസിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ലിസിയുടെ മൂത്ത മോളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കുന്നു. കർത്താവ് പറയുന്നു, ആ മകളുടെ ഭാവിയെ അടച്ചത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. ലിസിയുടെ ഭവനം ആ മോൾക്ക് വേണ്ടി സ്വീകരിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണോ? മൂത്ത മോൾക്ക് വേണ്ടി ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുക. കർത്താവ് പറയുന്നു, ഇന്ന് മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടും. ആ വ്യക്തിക്ക് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ദൈവം തൊടാൻ വേണ്ടി പോവാ. മാർച്ച് മാസത്തിൽ ജനിച്ചത് മോളുടെ ഹസ്ബൻഡാണ്. ഈ മാർച്ച് മാസത്തിൽ ജനിച്ച ലിസിയുടെ മോളെ, എന്റെ പേര് ലിസി. എന്റെ മൂത്ത മോള് മാർച്ച് 22 ജനിച്ചതാണ്. ആമേൻ. അപ്പൊ മാർച്ച് 22 ജനിച്ച ലിസി ഏതാ? ലിസിയുടെ മാതാവ് ഏതാ? ഞാനാണ്. ഓക്കെ. യേശുവിന്റെ നാമത്തിൽ സിസ്റ്ററെ ഈ കാര്യം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ലിസിയുടെ മോള് ജനിച്ചത് ദൈവത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് അറിയാൻ ഒരു വഴിയില്ല. ഇല്ല. ഓ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളത് കർത്താവ് പറയാ, ലിസിയുടെ മോള് മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ മേൽ കർത്താവ് തൊടുവാന്നാ പറഞ്ഞത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇസ്രായേൽ ഞാൻ വീണ്ടും ചോദിക്കും, ഇത് അറിയാൻ വല്ലോ സാധ്യതയുണ്ടോ? ഇല്ല. കർത്താവ് ഇത് വെളിപ്പെടുത്തുകയാണ്. ആ മകളുടെ ജീവിതത്തിൽ തടസ്സമായി കൊണ്ടുവിട്ടിരിക്കുന്ന പിശാചിന്റെ നുകം ഇന്ന് കർത്താവ് എടുത്തു മാറ്റുക. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ കുടുംബത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുക. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു സിസ്റ്ററെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞെടുത്ത് ആ മകൾക്ക് വേണ്ടി സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭാവിയെ തമ്പുരാൻ തുറക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും കൽപ്പിച്ചു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനകൾ വിട്ടുമാറിയ. ആരാ പറഞ്ഞത് ഷുഗറിന് അവസാന ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുത്ത് ജീവിക്കുമെന്ന്? യേശു പുതിയൊരു ഇൻസുലിൻ സിസ്റ്റം നമുക്ക് തന്നിരിക്കുക കാൽവരി ക്രൂശിൽ. ഇന്ന് പറഞ്ഞു, രോഗവുമായിട്ട് ബ്രദറെ എനിക്ക് കർത്താവ് രോഗം തന്നു. ദൈവം രോഗം തന്നിട്ടില്ല പ്രിയരെ. യേശു ക്രൂശിലൂടെ സൗഖ്യം തന്നിരിക്കുന്നു. അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവൻ റാഫയായി വെളിപ്പെടുന്ന ദൈവമാണ്. ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ സംഭവിക്കുക. ആ വേദനയോട് കൽപ്പിച്ച് പുറത്തിറങ്ങാനുള്ളവരാ നിങ്ങൾ.
ഓരോ പട്ടണത്തിലും ചെന്ന് ഓരോ രോഗികളെയും സൗഖ്യമാക്കേണ്ട നിങ്ങൾ രോഗിയായിട്ടിരിക്കുന്നുവെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പ്ലാനല്ല. നിങ്ങൾ പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു, ഞാൻ രോഗിയായി ഇരിക്കേണ്ട വ്യക്തിയല്ല, സൗഖ്യമായി ഇരിക്കേണ്ട വ്യക്തിയാണ്. കൽപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഈ മുട്ടിൻ്റെ ചിരട്ടകളുടെ മേൽ വേദന കൊണ്ടുവന്നിട്ട് ജീവിതകാലം മുഴുവൻ ഉറക്കം പോലും നഷ്ടപ്പെട്ട് വേദനയാൽ ഭാരപ്പെടുന്നവരെ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുതിയ അവയവം അവിടെ ഉണ്ടായി വരിക. പുതിയ അവയവം ഉണ്ടായി വരിക യേശുവിൻ്റെ നാമത്തിൽ. ആ തേയ്മാനത്തിന് ഇനി മരുന്നില്ല, ഇനി ട്രീറ്റ്മെൻ്റ് ഇല്ല. രോഗക്കിടക്കയിൽ കിടന്നോ എന്ന് പിശാച് നീ പറഞ്ഞാൽ അതിൻ്റെ വാക്കിനെ ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്യും. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ മുറിവിനാൽ പുതിയ അവയവം അവിടെ ഉണ്ടായി വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്വീകരിച്ചു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ. ആ വേദനകളുടെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ പത്രോസ് എന്ന് പറയുന്ന, പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ വലിയൊരു പുതപ്പ് പോലെ വന്ന് വീഴുന്നൊരു കാഴ്ച ഞാൻ കാണുക. ഏത് വ്യക്തിയാണോ ഈ പീറ്ററുമായിട്ട് ബന്ധപ്പെട്ടത്, അഥവാ പത്രോസുമായിട്ട് ബന്ധപ്പെട്ടത്, ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച വ്യക്തിയുള്ള കുടുംബം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. ഇന്ന് ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഭവനത്തിലുള്ളവരെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങൾ ഏറ്റെടുക്കാം. അഥവാ ഇന്ന് യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ലൈവ് സ്ട്രീമിലാണ് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ആ ഭവനത്തിൽ പത്രോസിൻ്റെ അല്ലെങ്കിൽ പീറ്ററിൻ്റെ ഭവനത്തിൽ ആരാണോ മാർച്ച് മാസത്തിൽ ജനിച്ചത് ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവപ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുക. എന്നുള്ളത് കർത്താവ് പറയുന്നു, ആള് മാറിയ വ്യക്തിയെ പോലെ ആകാൻ വേണ്ടി പോവുക. ഇന്നലെ വരെ കണ്ടതുപോലെയല്ല കേട്ടോ, ഇന്നലെ വരെ അറിഞ്ഞ പോലെയല്ല. യേശുവിൻ്റെ നാമത്തിൽ കൃപ പെരുകിയ വ്യക്തിയെ പോലെ ദൈവമാക്കാൻ വേണ്ടി പോവുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറഞ്ഞു ബ്രദറെ, എന്റെ അപ്പന്റെ പേര് പീറ്റർ എന്നാണ്. എന്റെ മരുമോൻ മോടെ ഭർത്താവ് ഓഗസ്റ്റിലാണ്, മോള് മാർച്ചിലാണ്. ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച വ്യക്തി അതാ സിസ്റ്ററെ പത്രോസിന്റെ ഭവനത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ന ഭവനത്തിലുള്ള മരുമോന. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയെ തമ്പുരാൻ പുതിയ കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ വരുവൻ. ആള് മാറിവനെ പോലെ ആകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവാത്മാവിനാൽ സകലതും വെളിപ്പെട്ട് വരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ വിളിച്ചു പറ, സാമ്പത്തിക തകർച്ചയല്ല എൻ്റെ അവകാശം. ഞാൻ ഞെരുങ്ങി ജീവിക്കുമ്പോൾ നാട്ടുകാർ ഏതോ വ്യക്തി പറഞ്ഞു, ദാരിദ്ര്യമാണ് നിൻ്റെ അവകാശം. അല്ല പ്രിയരെ, നീ വാരി വിതറി കൊടുക്കും. വായ്പ മേടിക്കത്തില്ല. മിറക്കിൾ മണി എനിക്കുണ്ടാകും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ സറാഫാത്തിലെ വിധവയുടെ കലം നിറഞ്ഞതുപോലെ എൻ്റെ കലം നിറയും. ഇന്ന് ഞാൻ അത് വിറ്റ് ഉപജീവനം കഴിച്ചുവെന്ന് സറാഫാത്തിലെ വിധവ പറയുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ പത്രോസിന് വേണ്ടി മീൻ്റെ അകത്ത് നന്മ വെച്ചതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ മിറക്കിൾ 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 സംഭവിക്കാൻ വേണ്ടി വായ്പ മേടിക്കത്തില്ല. വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ. ഞാനൊരു ബാഗ് കർത്താവ് എന്നെ കാണിക്കും. ഒരു ബാഗിൻ്റെ അകത്ത് ഒരു 5000 രൂപയും അതിൻ്റെ അകത്ത് ഒരു കീയും ഒരു താക്കോലും അതോടൊപ്പം തന്നെ ഈ ID പ്രൂഫും കൂടെ കിടക്കുന്ന ഒരു ബാഗ് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ബാഗിൻ്റെ അകത്ത് കാണുന്ന സമയത്ത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു തലമുറയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഈ ദിവസങ്ങളിൽ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഈ ബാഗ് കാണാൻ ഒരു അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ വ്യക്തി ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് ഉള്ളത്തിൽ പറയുന്നു, ആ കുടുംബത്തിൽ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ് ശ്രമിട്ട് മാറ്റിയത്. എന്റെ ബാഗിലുണ്ട് 3000 രൂപയും
പിന്നെ അതേപോലെ കാർഡ് എല്ലാം ഉണ്ട്. 5000 രൂപ സിസ്റ്റർ ഞാൻ കാണാം. അതിനകത്തൊരു ഒരു കീ ചെയിൻ കിടപ്പുണ്ട്, ID കാർഡ് പോലത്തെ ഒരു സംഭവം അതിനകത്ത് കിടപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയാണോ സിസ്റ്റർ? അതെ 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 ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സിസ്റ്റർ ഈ ബാഗ് ഞങ്ങൾ കാണാൻ വല്ല വഴിയുണ്ടോ? ഇല്ല, ഒരു വഴിയില്ല. ആ ID കാർഡ് ആരുടെ ആയിരിക്കുന്നത്? ID കാർഡ് എന്റേത്. ഏഹ് ID കാർഡ് എന്റേതാണ്. പിന്നെ ATM കാർഡ് ആരുടെയൊക്കെയാ? എന്റെ തന്നെയാണ്. സിസ്റ്ററുടെ തന്നെ ഇരിക്കുന്നത്. ഇന്ന് ഹൃദയത്തിന്റെ അകത്ത് തലമുറയെ ഓർത്തുള്ളൊരു ഭാരത്തെ കർത്താവ് എടുത്തു മാറ്റാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ദൈവത്തിന്റെ അത്ഭുത കരത്തെ കർത്താവ് ചെയ്യുക കേട്ടോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മോന്റെ കല്യാണം കഴിയാതെ വിഷമം കൊണ്ട് ഇന്ന് വിഷമം വേണ്ട, കർത്താവ് ഒരുക്കും, നന്മയാക്കി ദൈവം മാറ്റും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അതോടൊപ്പം തന്നെ ഈ പൊടികൾ, ഈ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ പോലത്തെ എന്തോ ഒരു പൊടികൾ, അതിൻ്റെ എന്തോ ബിസിനസ് ചെയ്തിട്ട് ആ ഒരു ബിസിനസ് സംബന്ധമായിട്ട് നന്മയായി തുടങ്ങിയത് ഇപ്പോൾ തിന്മയായി നിൽക്കുന്നൊരവസ്ഥയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ആ കർത്താവിൻ്റെ നാമത്തിൽ ആ ബിസിനസ് ആരംഭിച്ചു. അത് വലിയ തോതിലല്ലെങ്കിൽ പോലും നന്നായിട്ട് വന്നതാണ്. പക്ഷെ പെട്ടെന്ന് അത് ബ്ലോക്കായിപ്പോയി. ഞാനിത് ബ്ലോക്കായി പോയി കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു ഇങ്ങനൊരു അടയാളം, ഒരു സൈൻ കർത്താവിനെ കാണും. ഒരു നായ ഇങ്ങനെ കുരയ്ക്കുന്നത് പോലെ ഒരു ശബ്ദം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വ്യക്തിയോട് ബന്ധപ്പെട്ട് ഷീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സകല തടസ്സങ്ങളും നീങ്ങി ദൈവത്താൽ അത് പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ തടസ്സമായി നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നു. ഷീനയുടെ മേൽ നീങ്ങിപ്പോകുന്നു. ഇപ്പോൾ യേശു ആ ക്ഷീണ തടസ്സമായി നിൽക്കുന്നത് നീങ്ങിപ്പോകുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ടു പോകരുതേ. ദൈവത്താൽ നിങ്ങൾ പുഷ്ടി പ്രാപിക്കും. കർത്താവ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയായി സാക്ഷ്യമായി ആ വ്യക്തിയുടെ വിഷയങ്ങൾ തീരട്ടെ. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അത് നന്മയായി പുഷ്ടി പ്രാപിക്കുന്ന രീതിയിലേക്ക് അത് തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തെ പണിതെടുക്കാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു ചിത്രം കർത്താവ് എന്നെ കാണിക്കുക. ചിത്രത്തിൻ്റെ അകത്ത് ആ ഒരു മാതാവിൻ്റെ ഫോട്ടോയാണ് ഇരിക്കുന്നത്. ആ മാതാവിൻ്റെ ഫോട്ടോയെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു പൊന്നമ്മ എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഫോട്ടോയായിരുന്നു. ആ മാതാവിൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ അകത്ത് ആ കാലഘട്ടത്തിൽ കയറിക്കൂടിയ ഒരു വിഷയം, പൊന്നമ്മ എന്ന് പറയുന്ന ഈ മാതാവിൻ്റെ കാലത്ത് കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ ഒരു വിഷയം തലമുറകളുടെ മേൽ അത് ബാധിച്ച് ആ പൊന്നമ്മയുടെ ഒരു ആൺ തലമുറയുടെ മേലിൽ അതിനെ കുരുക്കായി കിടക്കുന്നൊരു വിഷയം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് അഴിച്ചു മാറ്റുന്നതായിട്ട് പറയുന്നു. ആ മാതാവിൻ്റെ ആ തലമുറ ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആൺ തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകട്ടോ യേശുവിന്റെ നാമത്തിൽ. എന്റെ അനിയത്തിയുടെ പേരാണ് പൊന്നമ്മ. മൂത്ത മോന് വേണ്ടി വല്ല ഭയങ്കര കാലം നടക്കുന്നു. ഈ ഫോട്ടോ ഒരു നിമിഷം, ഈ ഫോട്ടോയുള്ള ഭവനമാണോ ബ്രദറെ? ഫോട്ടോ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അനിയത്തിയുടെ വീട്, അനിയത്തിയുടെ ഫോട്ടോ ഞാൻ ആ ഭവനത്തിൽ കാണിക്കുന്നു. ആ വ്യക്തിയുടെ ഫോട്ടോ ഇങ്ങനെ ചുമരിലുണ്ട്. ആ വീടാണ്. പൊന്നമ്മ, എന്റെ ഫോട്ടോ ആണ് ചുമരിലുള്ളത്. കേട്ടെ, ജീവനുള്ള ആളല്ല, മരണപ്പെട്ടു പോയ ആളുടെ ഭാര്യ ഞാൻ പറയുന്നത്. ജീവനുള്ള ആളല്ല. പൊന്നമ്മയെന്ന് പറഞ്ഞ മരണപ്പെട്ടു പോയ മാതാവിന്റെ തലമുറയെ പറ്റി പറയുന്നത്. ഓക്കെ, ആ കുടുംബത്തിന്റെ മേലാണ്. അവിടെ ഞാൻ പറഞ്ഞത് ഫോട്ടോ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീടാണ്, പൊന്നമ്മയുടെ ഭവനമാണ്. ആ ഭവനത്തിൻ്റെ മേൽ, തലമുറയുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ മകനെ ഇന്ന് കുരുക്കി കിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പൊട്ടിച്ചു മാറ്റുന്നു. ആ കുടുംബം സ്വീകരിച്ചോണേ, അടയാളം ശ്രദ്ധിച്ചു കേട്ടോണേ. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നു എന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ കുടുംബം ആമേൻ പറഞ്ഞേറ്റെടുത്തോണേ. ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ഇന്ന് മ്യൂട്ട് പറയാൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറ, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു. കുടുംബത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യം വെളിപ്പെടും.
നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ മോനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിളിപ്പേര് കർത്താവ് എന്നെ കാണിക്കുക. ഈ മോനിച്ചന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ ട്രാവലർ പോലത്തെ ഒരു വണ്ടി വീടിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ട്രാവലർ പോലത്തെ ഒരു വണ്ടി ഞാൻ ആ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുത്തെ ഇത് വിളിപ്പേരാണോ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളുടെ ഭാവിയെ ബ്ലോക്കാക്കി നിൽക്കുന്നൊരു മേഖല ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെട്ട് നിൽക്കുന്നു. തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല, നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ആ മോനിച്ചൻ്റെ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പോൾ നന്മയായി കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ പടരട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൻ്റെ മേൽ വലിയ വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി വേദനയാൽ ഭാരപ്പെടുന്ന ഒരു വേഗത്തിൽ കൈയെടുത്ത് വെച്ച് സമയം നമുക്ക് മുന്നോട്ട്. വേദനയാൽ ഭാരപ്പെടുന്നൊരു കൈയെടുത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് ഇന്ന് രോഗസൗഖ്യം എനിക്ക് ഉപയോഗിക്കണമെന്ന്, കൃപാവരം എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവിൻ്റെ കരം, ആ രോഗസൗഖ്യത്തിൻ്റെ വരം, കൃപാവരം നിങ്ങളിലൊന്ന് പ്രവർത്തിക്കുവാൻ ഒന്ന് അനുവദിച്ച് നമ്മുടെ അകത്ത് ഇരിപ്പുണ്ട്. ആരും തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഇന്നത് ജ്വലിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഡ്യൂട്ടിയാണ്. ഇന്നൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ഏത് രോഗമാണോ, ഏതൊരു വേദനയാണോ, ഏത് ഭാഗമാണോ വെളിപ്പെടുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കണ്ണടച്ച്. രോഗികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ അത്ഭുത വിടുതൽ കൽപ്പിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആ രോഗവിവരം വെളിപ്പെടുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും ദൈവാത്മാവാണ് കാണിക്കുന്നതെങ്കിൽ ശരീരത്തിൻ്റെ മേൽ അസ്വാഭാവികമായിട്ടൊരു വ്യത്യാസം, ഒരു പ്രസൻസ് നിങ്ങളുടെ മേലേക്ക് വരും. ശരീരത്തിൻ്റെ അകത്ത് ഒരു ഞെട്ടലോ ഒരു വിറയലോ പെട്ടെന്നൊരു ഒരു വൈബ്രേഷനോ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് മനസ്സിൻ്റെ അകത്ത് ഒരു സന്തോഷം ഫീൽ ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമുക്കത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉന്മേഷം, ആ കാഴ്ച കണ്ടപ്പം ഒരു കാര്യം വെളിപ്പെട്ടപ്പോൾ മനസ്സിൻ്റെ അകത്ത് അനുഭവിക്കുന്നവർ കൺഫേം ചെയ്തു കർത്താവ് നിങ്ങളോട് ഇടപെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇനി ഏതൊക്കെ വേദനകളാണ് വെളിപ്പെട്ടത് ഒന്ന് പറഞ്ഞ മ്യൂട്ട് മാറ്റി. ബ്രദർ എനിക്ക് ഹൃദയം കാണിച്ചു തന്നു. മറ്റാർക്കാ വേദനകൾ അനുഭവപ്പെട്ടെ? എനിക്ക് അത് വന്നപ്പോ എന്റെ അടുത്ത കയ്യിൽ ഒരു കുളിര് പോലെ വന്നു എന്റെ കയ്യിൽ. ആമേൻ. മറ്റാർക്കാണ് ഇതുപോലെ വേദന? ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ വേറെ ആർക്കാണ് വേദനകൾ വെളിപ്പെട്ടത്? ആർക്കും വെളിപ്പെട്ടില്ല, ആർക്കും ചോദിച്ചില്ല ദൈവത്തോട്. എന്റെ കൈയുടെ എന്റെ കൈയുടെ ഓരത്തിന് നീരുണ്ട് പാസ്റ്ററെ, പിന്നെ കൈയുടെ മുട്ടിനുണ്ട് വേദന. വേദനയുള്ളവരുടെ കാര്യമല്ല ചോദിച്ചത്, വേദന വെളിപ്പെട്ടവരുടെ കാര്യമാണ് ചോദിച്ചത്. ഒരു കാര്യം ചെയ്യ്, ഇനി ആ വേദന ഉള്ളവരെല്ലാം കൈവച്ച് ഇനി പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഇനി മുതൽ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആളുകളുടെ വേദനകൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. നിങ്ങൾക്ക് അവരെ പ്രാർത്ഥിക്കാൻ നിർബന്ധം തരുന്നത് നമ്മുടെ ഉള്ളത്തിൽ. നമ്മൾ ഒരുമിച്ച് വേദനയാൽ ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച് ഒരുമിച്ച് കൽപ്പിക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തെയും കൽപ്പിച്ച് ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുന്നില്ല. കർത്താവ് ഞങ്ങളെ രോഗശക്തികളെ ഇപ്പോൾ കൽപ്പിക്കുന്ന ഒന്ന് നാവെടുത്ത് ചലിപ്പിച്ച് എല്ലാവരും മ്യൂട്ട് മാറ്റി കൽപ്പിച്ച് മ്യൂട്ട് മാറ്റി ഇന്ന് പ്രാർത്ഥിക്കുവാൻ റെഡിയായവരെല്ലാം
ക്യാൻസർ ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, വല്ലാത്ത അവയവത്തിന്റെ അവസ്ഥയായിക്കോട്ടെ, എല്ലുകളുടെ രോഗമായിക്കോട്ടെ, എല്ലാ അവയവത്തിന്റെ കേടുകളായിക്കോട്ടെ, ഈ രോഗം ഇന്ന് വിട്ടുപോയിരിക്കുന്നു. ദൈവമക്കളെ ഒരുമിച്ച് ഞങ്ങളുടെ രോഗത്തെ അനുഭവിച്ചതാണ് യേശു, ഞങ്ങളുടെ വേദനകളെ അനുഭവിച്ചതാണ്. ശരീരത്തിന്റെ അകത്ത് കർത്താവെ അമിതമായിട്ടുണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രവർത്തനം ഇപ്പോൾ കൽപ്പിക്കുന്നു, അതിനെ പിടിച്ചു കെട്ടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കാഴ്ചയെ വർദ്ധിപ്പിക്കുന്നു യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ് കൽപ്പിച്ചോ. രോഗ ശക്തിയെ ഒന്ന് കൽപ്പിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ വേദനകളെ ഞങ്ങൾ കൽപ്പിക്കുന്നു, വേദനകളെ കൽപ്പിക്കുന്നു, വേദനകളെ കൽപ്പിക്കുന്നു. ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ നടുവിന്റെ മേൽ തീ കത്തുകയ, ആ നടുവിന്റെ വേദനകളുടെ മേൽ തീ കത്തുകയ, ആ അസ്ഥികളുടെ മേൽ തീ കത്തുകയ, ആ കണ്ണുകളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി കത്തുകയ, സൗഖ്യം കത്തുകയ, സൗഖ്യം കത്തുകയ. വേദനകൾ ഇപ്പോൾ പറിച്ചു മാറ്റുന്നപ്പ യേശുവേ ഞങ്ങളുടെ നാമത്തിന്റെ ശക്തിയാൽ രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കളെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പ. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനകളുടെ മേൽ ഞങ്ങൾ ജയത്തെ കൽപ്പിക്കുന്നപ്പ. ഇപ്പോൾ യേശുവിനത് കൽപ്പിച്ച് ഞങ്ങൾ അറ്റസ്റ്റ് ചെയ്യുന്നപ്പ. കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദന യേശു മാറ്റിയിരിക്കുന്നു, വേദന യേശു മാറ്റിയിരിക്കുന്നു. കർത്താവ് അത്ഭുതത്തെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ചെക്ക് ചെയ്തേ. ഇന്ന് ആ വേദനയ്ക്ക് വേണ്ടി പറഞ്ഞവര്, വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര് യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ചെക്ക് ചെയ്തേ. എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്തേ. മുട്ടിന്റെ വേദന കുറഞ്ഞു മാസ്റ്റർ. എന്തായിരുന്നു വേദന? മുട്ടിൽ തേയ്മാനത്തിന്റെ വേദനയായിരുന്നു, കുറെ വർഷങ്ങളായി തുടങ്ങിയിട്ട്. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു? കുറെ വർഷങ്ങളായി. ഇപ്പൊ വേദന ഇല്ല അവിടെ? 15 വർഷത്തിൽ കൂടുതലായി വേദന. ഇപ്പൊ വേദന ഇല്ല? ഇല്ല. ഓ യേശു, എത്ര വർഷമാണ് നിങ്ങൾ കേട്ടെ? ഉറക്കെ ഒന്ന് പറഞ്ഞേ, പിശാച് കേക്കട്ടെ. 10-15 വർഷമായി. 15 വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടിന്റെ തേയ്മാന നിമിത്തം ഉണ്ടായിരുന്ന വേദന ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? മാറിപ്പോയി, വേദന ഇല്ല. ഇപ്പൊ വേദന ഇല്ല. ഓ യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ നാട്ടിൽ എവിടെയാ കേരളത്തില്? ഞാനിപ്പോ കോതമംഗലത്താണ്, ഞാൻ വയനാടാണ് വീട്. എറണാകുളത്ത് വന്ന് നാളെ ഞാൻ അന്യഭാഷാരന്ന് വന്നിട്ടില്ലായിരുന്നു. വന്ന് എനിക്ക് നടുവിന്റെ വേദന മാറിപ്പോയി. ഓ, നടുവിന്റെ വേദന ഓൾറെഡി മാറിയ ആളാ? നന്ദി കർത്താവേ. നിങ്ങൾ കേട്ടെ, 16 വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടിന്റെ തേയ്മാനം, അതുകൂടാതെ നടുവിന്റെ വേദന, എറണാകുളം പ്രാർത്ഥന വന്ന് സൗഖ്യമായ ആളാണ്. എന്നാലും ചോദിക്കുക, കർത്താവ് ഇന്ന് സൗഖ്യത്തിന്റെ ദായകനാണ് നമ്മുടെ ദൈവം. മറ്റാരെങ്കിലും ചെക്ക് ചെയ്ത്, ഇന്ന് വേദനയാൽ ഭാരപ്പെട്ടവര്, രോഗികളായി ഭാരപ്പെട്ടവരും ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവം ഒന്ന് ചെക്ക് ചെയ്ത് തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ നോക്കിക്ക്. ആ വേദനയുള്ള ഭാഗത്ത് ചെക്ക് ചെയ്ത് പറഞ്ഞു, എന്താ ഫീൽ ചെയ്യുന്നത്? ഈ മ്യൂട്ട് മാറ്റിട്ട് പറയാൻ വേണ്ടിയുള്ളവരാണോ? വേദന ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? വേദന ഉണ്ടെന്ന് പറഞ്ഞവര്? എന്നാ സംഭവിച്ചായിരുന്നു? എത്ര നാളായിട്ട്? 1 മാസമായിട്ട് ഷോൾഡർ പെയിൻ ആയിരുന്നു. ഇവ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് മാറി കിട്ടി. ഓ യേശു, ഇപ്പൊ വേദന ഒട്ടുമില്ല? ഇല്ല. കർത്താവേ, തന്നെ ആമേൻ. എത്ര നാള് ബുദ്ധിമുട്ടായിരുന്നു ഷോൾഡർ പെയിൻ? ഇപ്പൊ രണ്ടാമത് പറഞ്ഞ എത്ര നാള് ബുദ്ധിമുട്ടായിരുന്നു? ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ല. ഈ സാക്ഷ്യം പറയാനുള്ളവരാണോ? ബ്രദറെ, എന്റെ കൈക്ക് ഷോൾഡർ ഇന്നലെ ബക്കറ്റ് തൂക്കി വന്ന് കുളിച്ച് വീണു. അങ്ങനെ ഇന്ന് നല്ല വേദന. എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. എല്ലാവർക്കും സൗഖ്യമായി, എനിക്ക് സൗഖ്യമായില്ലെന്നാ ഇപ്പൊ പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കുന്ന ആ വേദന മാറിപ്പോയി. ഇപ്പൊ വേദന ഇല്ല അവിടെ? വേദനയില്ല. ഓ
യേശു അത്ഭുത മന്ത്രി കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിനെ അടുത്തയാൾ ഈ അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒന്നാമത് നമ്മളൊരു നെറ്റ്വർക്കിൻ്റെ അകത്താണ് നിൽക്കുന്നത്. പല സമയത്ത് ഇത് ജാം ആകുന്നുണ്ട്, നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഒത്തിരി പേര് കംപ്ലൈൻറ്റ് ബ്രദറെ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് നമ്മളൊരു വെർച്വൽ മീഡിയക്കകത്താണ് ഇരിക്കുന്നത്. അപ്പം പരിമിതികളുണ്ട്, നിങ്ങൾ സഹകരിക്കുക. അപ്പം മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവർ ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരെയും, പക്ഷേ ചില സമയത്ത് ഇത് മ്യൂട്ടായി പോകുന്നുണ്ട്. അത് എന്നാ ഇറന്ന് എനിക്ക് അറിയത്തില്ല. ഈ സമയത്ത് സാക്ഷ്യം ശരീരം ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങൾ അറിഞ്ഞില്ല. ആ കേട്ടെ, പിന്നെയും കേൾക്കുന്നില്ല. നിങ്ങൾ എന്തൊരു ഇപ്പം സാക്ഷ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത്. ഇന്ന് ആ വേദനയാൽ പറഞ്ഞവർ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ പറഞ്ഞു. ഞാന് കിടക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ തല എന്റെ കൈയുടെ അകത്ത് വെക്കത്തില്ല. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തല വെക്കുന്നത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇന്നിപ്പം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കൈ വെച്ച് നോക്കി കഴിഞ്ഞപ്പം എനിക്ക് കുഴപ്പമില്ല, കൈ ഇങ്ങനെ തലയുടെ അടിയിൽ വെക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചു നാളായിട്ട് അത് തുടങ്ങിയിട്ട് വേദന തുടങ്ങിയിട്ട് അത് കുറച്ചു നാളായിട്ടുണ്ടായിരുന്നു പാസ്റ്ററെ. കുറച്ചു നാളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു 5-6 മാസമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1-2 മാസമായിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് 1 മാസമായിട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. അതായത് കൈ ഇങ്ങനെ വെക്കാൻ മടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയായിരുന്നു 5-6 മാസമായിട്ട് അല്ലേ? അതുപോലെ ഈ ഷോളറിന്റെ എവിടെയും ഭയങ്കര പെയിൻ ആയിരുന്നു പാസ്റ്ററെ. ഷോളറിന്റെ എവിടെയും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാനത് സാക്ഷ്യം പറയാൻ താമസിച്ചത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ കൈയുടെ അടിയിൽ വെച്ച് നോക്കി. പല പ്രാവശ്യം വെച്ച് നോക്കിയപ്പോഴും കുഴപ്പമില്ല. ഇന്ന് പകലൊന്നും എനിക്ക് കിടന്നിട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പകലേ ഇപ്പൊ വേദന മാറി പാസ്റ്റർ. ഇപ്പൊ കർത്താവ് അത്ഭുതം ചെയ്ത് 5-6 മാസമായിട്ടുള്ള വേദനയായിരുന്നു. ഷോൾഡറിന് വേദന ഉണ്ടായിരുന്നു, കൈക്ക് മടക്കാൻ പറ്റാത്ത രീതി വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച ശേഷം ആ വേദന പൂർണ്ണമായിട്ട് മാറി. ഞാൻ പറയും, നിങ്ങൾ രോഗികളായിട്ട് നിങ്ങൾ ഭാരപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് സമയത്ത് നിങ്ങൾ അവർക്ക് ഈ ലിങ്ക് കൊടുക്കുക. നമുക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങൾ അവരെ കണ്ട് സഹതാപത്തോടെ ഇരിക്കുന്നത് എത്രയും നല്ലതാണ്. അനേക രോഗികൾക്ക് ഈ പ്രാർത്ഥന ലിങ്ക് കൊടുക്കണം. നിർബന്ധമായിട്ടും പറയുന്നു പ്രിയരെ, നിങ്ങൾ അവരുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കരുത്. ഒരു രോഗി കേട്ടാൽ സഹോദര നിങ്ങൾ ഈ പ്രാർത്ഥനയെ കേറ്, അവിടെ വന്ന് കേക്ക്, സൗഖ്യം ദൈവം തരും. നിങ്ങൾ നിർബന്ധിക്കുക. നാളെ ആ വ്യക്തി സൗഖ്യമായാൽ ആ വ്യക്തിയുടെ സൗഖ്യത്തിലൂടെ ദൈവം നിങ്ങളിലൂടെ ദൈവം സന്തോഷിക്കും. അയ്യോ എൻ്റെ മകൾ അത് ചെയ്തല്ലോ എന്ന് യേശു സന്തോഷിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ. പറഞ്ഞു പാസ്റ്ററെ. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പാസ്റ്ററെ. പറഞ്ഞു പാസ്റ്ററെ, ഞാനുള്ള പാസ്റ്ററെ ഒത്തിരി പേരോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു പ്രാർത്ഥന അഭിഷേകമുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണേ. പണ്ടൊക്കെ ഞാൻ ഒത്തിരി നല്ല ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറെ കാലമായിട്ട് എനിക്ക് അങ്ങനെ ഗ്രൂപ്പുകളൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ആ സമയത്താണ് കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പ് കൊണ്ട് തന്നത്. തീർച്ചയായിട്ടും കൂടെ കൂടിക്കോ. കർത്താവ് നിങ്ങളെ സാക്ഷ്യമായിട്ട് മാറ്റും. ദൈവം നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും കർത്താവ് സിസ്റ്ററെ അനുഗ്രഹമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര് പറഞ്ഞു. ഞാൻ ബിബിനാണ്, ആഫ്രിക്കന്നാണ്. ഇന്നലെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രവചനം പറഞ്ഞിരുന്നു. ഈ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു കർത്താവ് ഒരു വഴി തുറക്കുന്നു പറഞ്ഞു. അപ്പോ അങ്ങനെ വഴി തുറക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്നെ ഇവിടുന്ന് ഒരു രാത്രി സഞ്ചരിക്കാനുള്ള ദൂരത്ത് നിന്നിട്ട് എന്റെ സുഹൃത്ത് അവിടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം സ്കൂൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളത് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പറ്റാണെങ്കിൽ ഇങ്ങോട്ട് പോയോ, ഇവിടെ സ്റ്റേ ചെയ്യാം, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഇരുന്ന് ബൈബിൾ വായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ മറ്റന്നാള് അവിടേക്ക് യാത്ര തിരിക്കാൻ നിൽക്കാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ദിവസം ബിബിൻ ബ്രദറെ വിളിച്ച് സംസാരിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി ഒരു സ്കൂളുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയെ കർത്താവ് ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാന്ന്. ബ്രദറെ, ആ സമയത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ ബ്രദറിന്? ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് എന്നെ അദ്ദേഹം വിളിച്ചപ്പോഴും ഞാൻ ഈ പ്രവചനത്തിന്റെ ഓർക്കുണ്ടായിരുന്നില്ല. പിന്നെയാണ് അദ്ദേഹം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ പ്രോഫറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. പിന്നെയാണ് അതിന് ഞാൻ സാക്ഷ്യം പറയാന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും ബിബിൻനാഥ് ബ്രദർ ഇന്ന് ആഫ്രിക്കയിൽ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് പോകാൻ നിൽക്കുവാണ്. അദ്ദേഹത്തെ കർത്താവ് ശക്തമായിട്ട്, ഇത് ബ്രദറെ ഒരു തുടക്കമാണ്. ദൈവം ഉപയോഗിക്കുന്ന ആദ്യത്തെ സൈനാണ്. അവിടെ പൊക്കോണം, ധൈര്യമായിട്ട് പൊക്കോണം. അവിടെ മേൽത്തരമായൊരു തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കർത്താവ് ആ കേൾപ്പിച്ച പ്രവചനത്തിന്റെ നിവൃത്തിക്ക് നന്ദി പറയുന്നു.
ഗോഡ് ബ്ലെസ് യു ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അയക്കുന്നു കേട്ടോ. പോയി ഫലം കായ്ക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞോ സിസ്റ്ററെ. അതെ, എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് എന്റെ എല്ലൊക്കെ ഒടിഞ്ഞതാ. 2 വാരിയെല്ലാം വെച്ചിട്ട് ഭാഗ്യത്തെ വെക്കാം. പിന്നെ ഈ നെഞ്ചിന്റെ അവിടെയുള്ള എല്ല്, പിന്നെ 2 ഷോളറിന്റെ എല്ലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാ. അത് ഇന്നലെ പിന്നെ 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എല്ലാ എല്ലിന്റെ സൈഡ് ഒക്കെ വേദന ആയിരുന്നു. എന്നിട്ട് ഇന്നലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കാലിന്റെ വേദന, മുട്ടുകാലിന്റെ വേദന ഒക്കെ മാറിന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരം വെളുത്തപ്പോ എനിക്ക് ഒരു വേദന ഇല്ല, എല്ലായിടത്തും വേദന കുറഞ്ഞു. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഇപ്പൊ തീർത്തില്ല. ഒട്ടും വേദനയില്ല. ഇല്ല. എത്ര നാൾ സിസ്റ്ററെ ആക്സിഡന്റ് നിമിത്തം വേദന ഉണ്ടായിരുന്നു? എത്ര നാളായിട്ട്? ആക്സിഡന്റ് പറ്റിയിട്ട് എനിക്ക് 2019 പറ്റിയതാ. അയ്യോ, അപ്പൊ 2019 മുതൽ 2005 വരെ ഈ വേദനയായിട്ട് നടക്കുമായിരുന്നു. വേദന ഉണ്ടാവും, എല്ലൊക്കെ ഒടിഞ്ഞതല്ലേ. അങ്ങനെ നിങ്ങൾ കേട്ട വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞു. 2019 മുതൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് 2025 വരെ എല്ലാ എല്ലുകൾക്കും 6 വർഷം അല്ലേ, എല്ലാ എല്ലുകൾക്കും വേദന അനുഭവിക്കുമായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയിൽ മുട്ടിന്റെ വേദന മാറി, ബാക്കി വേദന ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ചെക്ക് ചെയ്തപ്പോഴേക്കും, ഇന്നത്തെ രോഗസൗഖ്യം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഒട്ടും വേദന ഇല്ല ബോഡിയിൽ. അല്ല സിസ്റ്ററെ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഒട്ടും വേദന ഇല്ല സിസ്റ്റർക്ക്? ഈ പ്രാർത്ഥനയിൽ കൂടി 1 കൊല്ലമായിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാ പണിയെടുക്കാനും എല്ലാത്തിനും ഒക്കെ പറ്റണ്ടായി. ആമേൻ. കർത്താവിന്റെ ബലം, കർത്താവിന്റെ അമിത ബലമാണത്. കണ്ടോ സിസ്റ്റർ പറഞ്ഞ കേട്ടില്ലേ? ഈ ആക്സിഡന്റ് നിമിത്തം ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥനയിൽ കൂടാൻ തുടങ്ങിയപ്പോൾ ഒരു ബലമുണ്ടായി. കൂട്ടായ്മയുടെ ശക്തി അത് കേട്ടോ. കൂട്ടായ്മയിൽ ചേർന്ന് നിന്നാൽ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ അധികം നിങ്ങൾക്ക് വലിയ കഴിവുകളില്ല, പക്ഷെ കൂട്ടായ്മയുമായിട്ട് ചേർന്ന് നിന്നാൽ കഴിവുകൾ വർദ്ധിക്കും. കാര്യം ഇതാണ് ആത്മാവിൻ്റെ കൂട്ടായ്മ. ബലഹീനനെ ബലമുള്ളതാക്കി മാറ്റുന്നത്. ഒരു പറഞ്ഞ പോലെ ഈ വർഷമായിട്ട് ആക്സിഡന്റ് നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു, യേശു സൗഖ്യമാക്കി. ഇത്ര ഓടാൻ തയ്യാറായിക്കോട്ടെ യേശുവിന് വേണ്ടി. ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പറഞ്ഞോണം, ഞാൻ കർത്താവെ ഭൂലോകത്തിന്റെ അറ്റത്തോളം, ഇട്ടാവട്ടത്തല്ല, ഭൂലോകത്തിന്റെ അറ്റത്തോളം ഞാൻ പോകും. നമ്മളിത് കേൾക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം ചിന്തയായിരിക്കും, എങ്ങനെ പോകും? യേശു അയക്കും. പറയണം, കൂട്ട സൗഖ്യങ്ങൾ നടന്നാൽ പിന്നെ എന്നാ ചെയ്യും? ഭൂതങ്ങൾ വീടുകളിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ എന്നാ ചെയ്യും? ആത്മാക്കൾ തേടി നിങ്ങളുടെ വീട്ടിലോട്ട് വരും. ഒന്ന് ചിന്തിച്ച് നോക്കി. ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി രാജ്യങ്ങളുടെ ബൗണ്ടറി കടന്ന് വരും, നിങ്ങളെ രാജ്യങ്ങളിലോട്ട് വിളിക്കും. അയ്യോ, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക സഹോദരി, പ്രാർത്ഥിച്ചാൽ യേശു പ്രവർത്തിക്കുമെന്ന് പറയും. പത്രോസ്ലീഹ നടക്കുന്ന വഴിയിൽ ഒരു നിഴലെങ്കിലും തട്ടിയാൽ സൗഖ്യമാകേണ്ടതിന് ഞാൻ ചിന്തിക്കും, ഇന്നലകളിൽ പത്രോസിൻ്റെ നിന്ന് മീൻ മേടിച്ച ആൾക്കാരൊക്കെ ആയിരിക്കാം, പ്രഭുക്കന്മാരായിരിക്കാം. പക്ഷെ ഇന്ന് പത്രോസെ, നീ പ്രാർത്ഥിക്കേണ്ട, നിഴലെങ്കിലും ഒന്ന് മുട്ടിയാൽ മതി, ഞങ്ങൾ സൗഖ്യമാകും. കണ്ടോ, ആത്മാവിൽ നിറയ്, ആത്മശക്തിയിൽ മുന്നോട്ട് പോ, യേശുവിൻ്റെ നാമത്തിൽ. അതാണ് ആത്മാവിൻ്റെ നിറവാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. നിറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങളെ ആളുകൾക്ക് ആവശ്യമായിട്ട് വരും, നിങ്ങളുടെ കൈവപ്പ് ആവശ്യമായിട്ട് വരും, നിങ്ങളുടെ അഭിഷേകം അനേകർക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജ്വലിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. അതുകൊണ്ട് ഈ കൂട്ടായ്മ ഒന്നാലോചിച്ച്, ദൈവം ദിവസവും നമുക്ക് കൂട്ടായ്മ തരുക. ഒന്നാലോചിച്ച്, മുടങ്ങാതെ ദൈവം നമ്മളെ നടത്തുക. എന്തിനാണെന്നറിയാവോ? വളരുവാൻ, അനേക ഇടങ്ങളിൽ പ്രകാശിക്കുവാൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ സാക്ഷ്യമുള്ളവർ മ്യൂട്ട് മാറ്റി പറഞ്ഞോട്ടെ. സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോയി. പെട്ടെന്ന് പറഞ്ഞു. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് വേഗത്തിൽ പറഞ്ഞു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഹലോ, പറഞ്ഞു. ബ്രദർ, എന്റെ കൈക്ക് ഇങ്ങനെ മജ്ജ പോയിട്ട് ഇതിന്റെ ബെൽറ്റ് ഇളകിയിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കൈയായിരുന്നു. അത് ബ്രദറിന്റെ പ്രാർത്ഥനയിൽ മാറിയപ്പോ എന്റെ അയൽവക്കത്തുള്ളവരോട് ഞാനിങ്ങനെ പറഞ്ഞു, എന്റെ കൈ ഷോൾഡറിൽ പൊക്കാനൊന്നും പറ്റില്ലായിരുന്നു. ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു, കൈന്റെ വിരല് വരെ നീര് വന്നിട്ട്. അപ്പൊ അത് ഞാൻ സ്ഥിരമായിട്ട് പറയുമ്പോൾ അവരോട് ഞാൻ എപ്പം പറയാം, എന്റെ കൈ പൊക്കാൻ പറ്റാത്ത. അപ്പൊ ഈ പ്രാർത്ഥനയിൽ കൈയിന്റെ ഇത് മാറിയപ്പോ ഇതിനിടയ്ക്ക് ഒരു ദിവസം എന്നോട് അവര് പറഞ്ഞു, അങ്ങനെയാണ് നീ എന്റെ കൈക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവര് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചപ്പോ അവിടെ ഒരു മുഴയായിരുന്നു. മുഴ കാണിച്ചപ്പോ അവര് ഡോക്ടർ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പൊ അവര് പോയില്ല. പിന്നെ പോവാത്തതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു ഇതൊന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ആ മുഴ കുറഞ്ഞിട്ട് ഇപ്പം ചെറിയൊരു ഉണിര് പോലെ മാത്രമേ ഉള്ളൂ, അത്രയും മാറി. അപ്പൊ 2 ദിവസം മുമ്പേ
പിന്നെ അവരെ മോന്റെ ഒരു കുട്ടിക്ക് സീരിയസ് ആയിട്ട് ICU മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ മോന്റെ കുട്ടി ഇങ്ങനെ ICU കുറച്ച് സീരിയസ് ആണെന്നാ പറഞ്ഞത്, രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ നെഞ്ഞിനൊക്കെ മഞ്ഞപ്പിത്തം കൂടുതലായത് കൊണ്ട് പറ്റുന്നത്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദർ ഇന്നലെ ആ കുട്ടി ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു. ഓ യേശുവേ, ഇത് വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർക്ക് ഉണ്ടായ ജോയിന്റിന്റെ വേദന ഉണ്ടായിരുന്നു. സിസ്റ്റർ എത്ര നാളായിട്ട് ആ വേദനയായിരുന്നു സിസ്റ്റർക്ക് ഉണ്ടായിരുന്നത്? എനിക്ക് വേദന 5-6 കൊല്ലത്തിന് മേലെയായി സിസ്റ്ററെ, ബ്രദറെ. അത് ഞാൻ ബൈക്കിൽ നിന്ന് വീണിട്ട് പറ്റിയതായിരുന്നു. ബൈക്കിൽ നിന്ന് വീണ് 5-6 കൊല്ലമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. അത് സൗഖ്യമായപ്പോൾ അടുത്ത വ്യക്തിയോട്, അയൽപക്കക്കാരോട് പറഞ്ഞു, എന്നെ യേശു സൗഖ്യമാക്കി, എൻ്റെ വേദന മാറിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതിലൊരു മുഴയുണ്ടായിരുന്നു പറഞ്ഞു, അത് മെഡിക്കൽ കോളേജ് ചെല്ലണമെന്ന് പറഞ്ഞ വിഷയമായിരുന്നു. എന്നാൽ സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മുഴ ചുങ്ങിപ്പോയി, അത് ചെറുതായിട്ടിരിക്കുന്നു. സിസ്റ്ററെ, അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അത് പൂർണ്ണ സൗഖ്യമാകുവാൻ ദൈവം പിന്നെ ഉപയോഗിക്കും. അത് വലിയ സൈനാണ്. 2 എന്ന് പറഞ്ഞ പോലെ തന്നെ തലമുറ രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞതാണ്. അതാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ അഭിഷേകം കണ്ടു. രക്ഷപ്പെടത്തിൽ നിന്ന് ലോകം പറഞ്ഞാൽ രക്ഷപ്പെടുത്തുവാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഞാൻ എല്ലാവരും കൂടെ പറയുകയാണ്, ഇന്ത്യൻ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തോണം പോരാടുക. നമ്മൾ ആ മരണത്തോട് മല്ലു പിടിച്ച് നിൽക്കുന്ന കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ പറ്റി? ആ കുഞ്ഞ് ഡോക്ടർ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയില്ല, അവൻ മരണം കൊണ്ടുപോകാൻ നിൽക്കുക. പക്ഷെ പോരാടി, പ്രാർത്ഥിക്കുമ്പോൾ പോരാടുക. നമ്മൾ ആ വ്യക്തി കുഞ്ഞിന് വേണ്ടി പോരാടി. അപ്പൊ എന്നാ ആരാ ജയിച്ചത്? യേശുവുള്ള വ്യക്തി ജയിച്ചു. ആ കുഞ്ഞ് ഡിസ്ചാർജ് ആയി. ഇന്ന് സാക്ഷ്യമായിട്ട് അനേകരെ വിടിവിക്കുവാൻ ദൈവം ഇനി ഉപയോഗിക്കും, കുടുംബമായിട്ട് ഉപയോഗിക്കും, തലമുറകളെ ഉപയോഗിക്കും. യേശുവിന്റെ നാമത്തിൽ ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, പറഞ്ഞു. ഇന്നലെ ബ്രദർ ആലോചന സൂ മീറ്റിംഗിൽ പറഞ്ഞ കൂട്ടത്തിൽ 2 ആലോചന പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞത് പാസ്പോർട്ട്, പഴയ ഒരു പാസ്പോർട്ടും പുതിയ ഇരിക്കുന്ന അടിയിൽ വേറെ പുതിയ പാസ്പോർട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് 2016 തീർന്ന പാസ്പോർട്ടാണ് ഇരുന്നത്. അതിന്റെ തൊട്ട് താഴെ എന്റെ പാസ്പോർട്ട് എടുത്തു വെച്ചിരുന്നത്. മോൻ അന്ന് എടുപ്പിച്ചതായിരുന്നു പോവാനായിട്ട്. അപ്പം അന്നേരം മോനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അപ്പൊ അത് അങ്ങനെ ആയിപ്പോയി. രണ്ടാമത് ഞാനത് എടുത്തു പ്രാർത്ഥിക്കുന്നു, ദൈവസാക്ഷി. രണ്ടാമത്തെ വേറെ പറഞ്ഞത് ഹലോ ബ്രദറെ, അങ്ങനെ ആ ആലോചന ഞാൻ ഏറ്റെടുത്തു. എൻ്റെ പാസ്പോർട്ട് വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിട്ട് ഗൾഫിലായിരുന്ന സമയത്ത് പോവാൻ ആഗ്രഹിച്ചിട്ട് പറ്റിയില്ല. അപ്പൊ മോനെ അത് എടുക്കാൻ പറഞ്ഞ് എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുവരെയും സാധിച്ചിട്ടില്ല. അത് ഒന്നാമത്തെ ഞാനത് ഏറ്റെടുത്തു. രണ്ടാമത് ബ്രദർ പറഞ്ഞത് വീടിന്റെ മുൻവശത്തോട്ട് ഇറങ്ങി വലത്ത് സൈഡിൽ നോക്കുമ്പോൾ ഒരു വീട് കാണാം. അത് ഒരു ഓടിട്ട വീടാണ്. പിന്നെ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ജോസഫ് എന്ന് എൻ്റെ മോന്റെ ഒഫീഷ്യൽ പേരാണ് ജോസഫ് എന്ന്. വീട്ടിൽ ജീസ് മോൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. അതെ അതെ, മോന്റെ പേരാണ് ജോസഫ്. ഇല്ല 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 ഇല്ല.
ബ്രദറെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ ഒരാളങ്ങനെ പറഞ്ഞല്ലോ, മോനച്ചൻ എന്ന് പറഞ്ഞായിരുന്നേ. മോനച്ചൻ നമ്മുടെ വീടിന്റെ തൊട്ട് വാതൊക്കെ താമസിക്കുന്നത് ഞങ്ങളുടെ റിലേഷനാണ്. പിന്നെ അതിന് 2 പിള്ളേരുണ്ട്. മൂത്ത കുഞ്ഞ് പഠിച്ചിട്ട് +2 കഴിഞ്ഞിട്ട് പിന്നെ അതിനെ എങ്ങും കിട്ടാതെ അത് നിൽക്കുവാണ്. ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് മോനച്ചന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഓടിട്ട ഒരു വീടുണ്ട്. അതിന്റെ നേരെ ഞങ്ങളുടെ വീടിന്റെ നേരെയാണ് ഓടിട്ട വീട്. ജോസഫ് എന്റെ ഹസ്ബൻഡാണ്. 2 തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു ഉള്ളൊരു പാസ്റ്റർ പറഞ്ഞത്. ജോസഫ് എന്റെ ഹസ്ബൻഡ്, 2 മക്കള് അനുഗ്രഹിക്കപ്പെടുന്നു. ആലോചന ഏറ്റെടുക്കും. തീർച്ചയായിട്ടും യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിന്റെ അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഒരു പ്രാർത്ഥനാ വിഷയമാണ്. എന്റെ മോൻ സുഖമില്ലാതെ കുവൈറ്റിലാണ്. അവന്റെ വലത്തെ കാലിൽ 2 ദിവസം കൊണ്ട് നീരിറങ്ങി. ക്ലിനിക്ക് കാണിച്ചിട്ടും അത് കുറയുന്നില്ല. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്റർ. വലിയ ദൈവപ്രവർത്തിയായിട്ട് കർത്താവ് മാറ്റും. ഇന്ന് തന്നെ ഒരു സാക്ഷ്യമായി ദൈവം തുറക്കോട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞോണ്ട് പറഞ്ഞു. സ്വോത്രം ബ്രദർ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്ക് കാലിന് രക്തവാതം ഉണ്ടായിട്ട് പൊട്ടി, കണ്ടവാൻ ഇങ്ങനെ പൊട്ടി വിരിഞ്ഞിട്ട് വെള്ളം ഒഴുകുമായിരുന്നു. അപ്പോഴാണ് എന്നെ കാണുന്നത്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു, ദൈവവചനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പൂർണ്ണ സൗഖ്യം യേശുക്രിസ്തു തരും. ധൈര്യമായിട്ടിരുന്നു, പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ടിരുന്നു. ഇന്ന് ആ സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, അത് ഉണങ്ങിയ പോലെ ആയെന്ന് പറഞ്ഞു. ഓ സ്വോത്രം. നിങ്ങൾ കേട്ട രക്തവാദം അല്ലേ? ആ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? കണ്ടോ, നിങ്ങൾ ഓടി നടന്ന് യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നിങ്ങൾ പോയി യേശു പറഞ്ഞ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ ആ വ്യക്തി, ഞാൻ ചിന്തിക്കുക, രക്തവാദ നിമിത്തം വേദനയാൽ ഭാരപ്പെടുമ്പോൾ പറയാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല. നിങ്ങളെയാണ് യേശു ഏൽപ്പിച്ചേക്കുന്നത്. ഇന്ന് സഹോദരൻ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ മുറിവ് ഉണങ്ങിപ്പോയി. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യം. പുള്ളി ഫോട്ടോ സഹിതം എനിക്ക് ഇട്ടു തന്നു ഉണങ്ങി നിൽക്കുന്നതിന്റെ. ഓ സ്വോത്രം. കർത്താവ് അങ്ങനെ അത്ഭുതം. ഇനി അനേകർക്ക് വേണ്ടി ഓടി നടന്ന് പ്രാർത്ഥിക്കുക, സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. പിന്നെ എന്റെ മോള് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ദോശമാവൊക്കെ അരച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ സ്വിസ്സൊക്കെ വറുത്ത് കൊടുക്കുന്നുണ്ട്. അവക്ക് ഇപ്പൊ ബിസിനസ് പമ്മലായിട്ടാണ് നടക്കുന്നത്. സിസ്റ്ററെ, പ്രയർ റിക്വസ്റ്റുകൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കും. ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം പ്രയറുകളാണ്, നമ്മൾ എമർജൻസി അതുപോലെ ഹോസ്പിറ്റലിലെ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ്. നിങ്ങളല്ലാത്ത പ്രയർ റിക്വസ്റ്റുകളൊക്കെ കഴിവതും നമ്മുടെ പ്രയർ ലൈൻ നമ്പർ ഇപ്പോൾ കാണാൻ പറ്റും. അതിലേക്ക് നമ്മുടെ പ്രയർ റിക്വസ്റ്റ് അയക്കുക. സഹോദരങ്ങളോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കും. ഞാൻ അതിൻ്റെ കാരണം, നമ്മളിപ്പം സമയം നമുക്ക് ഒത്തിരി പരിമിതി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാക്ഷ്യത്തിന് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റൊരു വ്യക്തിക്ക് ഒരു അവസരമാണ് സാക്ഷ്യം. അതുകൊണ്ടാണ് കഴിവതും പ്രയർ റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾ ഇതിലേക്ക് അയക്കുക. എമർജൻസി ആയിട്ട് നിൽക്കുന്നത് മാത്രം, അതായത് ഇപ്പം ഒരു വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മളിപ്പം അത്യാവശ്യം പ്രാർത്ഥിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രയർ റിക്വസ്റ്റുകളും നിങ്ങൾ അങ്ങോട്ട് അയക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേറൊന്നുകൊണ്ടല്ല, സമയത്തിന്റെ പരിമിതി നമുക്കുള്ളത് കൊണ്ടാണ്. ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തും. ആ കുടുംബത്തിന്റെ മേൽ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ആ ബിസിനസ്സിൽ വർധനവുണ്ടാകും. ആ മകളോട് പറയണം, എപ്പോഴും ആവർത്തന പുസ്തകം പറയാൻ പറയണം, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. സങ്കീർത്തനത്തിലെ വചനം ആവർത്തനത്തിൽ പറഞ്ഞ പോലെ എൻ്റെ കൊട്ടയും മാവുകയും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, ഞാൻ വായിലിൽ അനുഗ്രഹിക്കപ്പെടും. ആ ആവർത്തന പുസ്തകം 28-ാം അധ്യായം മുഴുവൻ പ്രഖ്യാപിക്കാൻ പറയണം. വലിയ സാക്ഷ്യമായിട്ട് മാറും. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന ടൈമാണിത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുന്നവർ, ഈ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ജനുവരി മാസം മുതൽ നമ്മുടെ എല്ലാ ഹോളുകളും ഓഡിറ്റോറിയങ്ങളും ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഓഹരികൾ മാറ്റിവെക്കുന്നവർ, ദശാംശങ്ങൾ മാറ്റിവെക്കുന്നവർ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ വിതയ്ക്കുക. കർത്താവ് അത് വലിയ കൃപകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഞാനിന്ന് വിതച്ചവരെ അനുഗ്രഹിക്കുന്നവർ ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ.
അവർ എല്ലാ മേഖലകളിലും സാക്ഷ്യമായി തീരട്ടെ. ഈ സുവിശേഷം അനേക രോഗികൾ സൗഖ്യമാകുവാനും അനേക ബന്ധനങ്ങൾ അഴിക്കുവാനും ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ, ഇത് കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുവാൻ നമുക്ക് ദൈവം തന്നൊരു അവസരമാണ്. സുവിശേഷ വേലയിൽ കർത്താവിന് ഈ പൈസ കൊണ്ട് ആവശ്യമില്ല, പക്ഷെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ബൈബിൾ പറയുന്നു, ദിനവൃത്താന്തത്തിൽ പറയുന്നു, കർത്താവെ ദശാംശത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതാണ് ദശാംശം. ദിനവൃത്താന്ത പുസ്തകം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, അത് ജോലിയിലൂടെ ആയിക്കോട്ടെ, ബിസിനസ്സിലൂടെ ആയിക്കോട്ടെ, ദൈവം ആരോഗ്യം തന്നു, ദൈവം നന്മ തന്നു, ദൈവം നമുക്ക് എല്ലാം തന്നു. അത് തന്നത് ദിനവൃത്താന്തക്കാരൻ പറയാൻ ദൈവത്തിൽ നിന്ന് വാങ്ങി നിനക്ക് തരുക. അപ്പൊ എങ്ങനെ കൊടുക്കുന്നത്? സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ആലയത്തിൽ നന്മയുണ്ടാകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞ് വിതയ്ക്കണം. അപ്പൊ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുക എന്നുള്ളത്. നമുക്കൊരു പങ്കാളിയാകുവാൻ കിട്ടുന്ന അവസരമാണ്. വിതയ്ക്കുക. വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ദൈവം തരും. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ പ്രയർ ലൈൻ നമ്പറുകളുമായിട്ടത് ബന്ധപ്പെടുക. അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതിന് മാത്രമല്ല, തിരുവനന്തപുരത്ത്, കണ്ണൂരും ഒക്കെ ഉള്ളവർ, പല ജില്ലയിലുള്ളവരുണ്ട്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ക്രമീകരണം അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ തപ്പുക. ഈ പ്രത്യേകിച്ച് ഒരു മിനിറ്റ്, നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രയർ സ്റ്റേഷൻ്റെ പ്രാർത്ഥന നടക്കാൻ വേണ്ടി പോന്നിരിക്കുന്ന സൗകര്യങ്ങൾ, അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു. ഹോള് കണ്ടിട്ട് ഇപ്പം അയച്ചേക്കുന്നത് 100 പേരുടെ ഹോളാണ്. അപ്പോൾ എത്ര പേരാണ് തിരുവനന്തപുരത്ത് അന്യഭാഷാ പ്രാർത്ഥന വരുന്ന അറിയത്തില്ല. അപ്പം 100 പേരുടെ ഒരു ഹോള്, YMCA ഹോളാണ് ട്രിവാൻഡ്രത്ത് അയച്ചു തന്നേക്കുന്നത്. ഏകദേശം എനിക്കൊന്നൊരു റെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്കതിൻ്റെ വലുത് വേണോ? ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് നമുക്ക് വേണ്ടി വരും. ഇനി അത് മതിയെങ്കിൽ അത് തന്നെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ നേരത്തെ പറയുക, ഗ്രൂപ്പിലുള്ളവർ കണക്കുകൾ കറക്റ്റായിട്ട് പറയുക. അതേപോലെ തന്നെ നമുക്ക് അവിടെ അന്യഭാഷാ പ്രാർത്ഥനകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൊല്ലംകാർക്കും. കൊല്ലത്ത് നിന്ന് എത്ര ദൂരം യാത്രയുണ്ട് ട്രിവാൻഡ്രത്തേക്ക്? കൊല്ലത്ത് നിന്നും ട്രിവാൻഡ്രം എത്ര ദൂരം? മ്യൂട്ടായിരിക്കുമായിരുന്നു. എത്ര ദൂരം? 1 മണിക്കൂർ. അപ്പൊ തീർച്ചയായിട്ടും കൊല്ലത്തുള്ളവർക്കും നിങ്ങൾക്ക് അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ അവസരമുണ്ട്. 1 മണിക്കൂർ ഉള്ളല്ലോ, അതുകൊണ്ട് നിങ്ങൾ വരിക. ഞാൻ പറഞ്ഞില്ല, സമയമൊന്നും നോക്കരുതേ. ദൈവത്തിന് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുതേ. കർത്താവിൻ്റെ നാമത്തിൽ ഓടുവാൻ നമുക്ക് ആരോഗ്യം തന്നു. പലരും ചിന്തിക്കുന്ന, ബ്രദറെ, എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അല്പത്തിൽ വിശ്വസ്തരാകുക, എനിക്ക് ഓടിയെത്താൻ പറ്റുന്നിടത്തൊക്കെ ഓടിയെത്തുക. കൊല്ലവും തിരുവനന്തപുരം അടുത്താണ് ഞാൻ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇത് രണ്ടും അടുത്തടുത്തായതുകൊണ്ടാണ് നിങ്ങൾ പറക്കാൻ വെച്ചാൽ നമ്മൾ കൊല്ലത്ത് പ്രാർത്ഥന വെച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വന്നു. അവരും കഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ, നിർബന്ധമൊന്നുമില്ല, ബ്രദർ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് പോരാ, പ്രശ്നമില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപകളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വാലല്ല തലയത്രേ. യേശുവിൻ്റെ നാമത്തിൽ നന്മ നമ്മൾ കാണുക തന്നെ ചെയ്യും. യേശു കൂടെയുള്ളത് കൊണ്ട്, കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നമ്മളിന്ന് ദൈവസന്നിധിയിൽ വിശ്വാസത്താലും പ്രാർത്ഥനയാലും കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നത് കൊണ്ട് തകർന്നു പോകത്തില്ല. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ തന്നെ മൈക്കുകളൊക്കെ മ്യൂട്ട് മാറ്റി കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാവരും വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞാട്ടെ. ഇന്ന് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി, ആത്മാവിൽ നിന്ന് കേട്ടിട്ട് വിളിച്ചു പറഞ്ഞാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവ് വലിയ കൃപകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവമക്കൾ